ആരംഭമേ ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ അടങ്ങിയിരുന്നാൽ, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ വീട്ടിൽ പോകും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് അഗ്നിജ്വാല പോലെ പിളർക്കപ്പെട്ട നാവുകൾ ഉണ്ടായിരിക്കണമെന്ന് ആ തിരുവചനം തന്നെ പഠിപ്പിക്കുന്നത്. ആ നാവുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഇടത്ത് ഒരിക്കൽ കർത്താവും ശിഷ്യന്മാരുമായി അലറുന്ന കടലിലൂടെ, ഉയർന്ന തിരമാലകളുള്ള കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ശിഷ്യന്മാർ മറ്റു കാര്യങ്ങൾ വ്യാപൃതരായി. അവർക്ക് കർത്താവിനോട് സംസാരിക്കാൻ ഒന്നുമില്ലായിരുന്നു. അവർക്ക് പണ്ട് മീൻ പിടിക്കാൻ പോയ കാര്യവും വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയ കാര്യവും മക്കളുടെ കല്യാണക്കാര്യവും ഒക്കെ പറയുണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവ് സുഖമായിട്ട് ഇവരെ ആരെയും മൈൻഡ് ചെയ്യാതെ പടകിന്റെ അമരത്ത് തല വച്ചുറങ്ങി. കർത്താവിനെ വിളിക്കാതെ, കർത്താവിനെ കൂടാതെ നാം സഭാജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, സാമൂഹിക ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അവൻ നിന്റെ ജീവിതമാകുന്ന, നിന്റെ സഭയാകുന്ന, നിന്റെ സമൂഹമാകുന്ന പടകിൽ അമരത്ത് തല വച്ചുറങ്ങുകയാണ്. ഇപ്പോൾ അവൻ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നിനക്കെതിരായി വരുന്ന തിരകളും പ്രതികൂലങ്ങളും നിന്റെ മേൽ ആഞ്ഞടിക്കും, എന്റെ മേൽ ആഞ്ഞടിക്കും. ഞാൻ മരണഭയം കൊണ്ട് അയ്യോ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കും. ഇന്നിന്റെ ക്രിസ്ത്യാനി അങ്ങനെയാണ്. കിട്ടി നന്മ പ്രാപിച്ച കാലത്ത് കർത്താവ് വേണ്ട, വായ തുറക്കാൻ വയ്യ. ഒരു രോഗം വരട്ടെ, മക്കളുടെ റിസൾട്ടിന്റെ സമയം അടുക്കട്ടെ, ഒരു കടബാധ്യത വരട്ടെ, ഒരു അപകടത്തിലൂടെ കടന്നു പോകട്ടെ, ഒരു മരണകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരട്ടെ, അവിടെ ക്രിസ്ത്യാനി ഉറക്കെ വിളിക്കും, അയ്യോ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മളെ എപ്പോ വിളിച്ചാലും കർത്താവ് കേൾക്കും. എന്നാൽ മരണകരമായ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരാതിരിക്കണമെങ്കിൽ നാം നിരന്തരം ദൈവത്തോട് നിലവിളിക്കുന്ന സമൂഹമായി മാറണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ചില കടപ്പുറത്തുള്ള പള്ളികളുണ്ട്, കടലിന്റെ തീരത്തുള്ള പള്ളികൾ. ആ പള്ളികളിലേക്ക് നമ്മൾ ചെന്നാൽ നിലവിളിക്കുന്ന ഒരു വലിയ സമൂഹത്തെ കാണാൻ കഴിയും. എന്തെന്നറിയാമോ? അവർ മുന്നിലേക്ക് നോക്കുമ്പോൾ വലിയൊരു കടലുണ്ട്. ഒരുപാട് പേരുടെ ജീവൻ എടുത്ത കടലാണ്. ഒരുപാട് പേർക്ക് അത് ജീവൻ കൊടുത്തിട്ടുമുണ്ട്, ഒരുപാട് പേരുടെ ജീവൻ അത് എടുത്തിട്ടുമുണ്ട്. ഏത് നിമിഷവും അത് കടന്നു വരാം. അത് വരാതിരിക്കാൻ, അവരുടെ യാത്രകൾ സുരക്ഷിതമായിരിക്കാൻ, അവരുടെ ഉപജീവനത്തിന് അവർ സുരക്ഷിതരായിരിക്കാൻ അവർ ദൈവത്തോട് ഉറക്കെ നിലവിളിക്കും. പ്രിയപ്പെട്ടവരെ, നാമും അറിഞ്ഞോ അറിയാതെ അപകടം നിറഞ്ഞ ജീവിതമാകുന്ന, ലോകമാകുന്ന സാഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് വായകൾ അടച്ച് മൗനമായിരിക്കരുത്. ഉറക്കെ വിളിക്കണം. മക്കൾക്ക് വേണ്ടി, കുടുംബനാഥന്മാർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഉറക്കെ വിളിക്കണം. നാം അങ്ങനെ വിളിക്കാൻ മടിക്കുന്ന ഇടത്ത് പ്രതികൂലങ്ങൾ ഉയർന്നു വരും. അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ നമ്മെ സ്വയം മറക്കുന്ന അനുഭവത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒന്ന് പറയാം. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാൻ ഏറ്റവും ചെറിയവൻ. നാം ഓരോരുത്തരും ചെറിയവ തന്നെയാണ് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ. എന്നാൽ പറയുന്ന എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണ്ട. സർവശക്തനായ കർത്താവിനെ നിങ്ങൾ ഈ അൾത്താരയിൽ കാണുക. അവിടുന്ന് നമ്മുടെ മധ്യയുണ്ട്. വചനം പറയുന്ന 2-3 പേർ എവിടെ എന്റെ നാമത്തിൽ കൂടി വന്നു അവരുടെ മധ്യ ഞാനുണ്ടെന്ന്. വചനത്തിൽ വള്ളി പുള്ളി തെറ്റില്ല. ഉറപ്പായിട്ടും കർത്താവ് കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ കർത്താവിനെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ, എനിക്ക് ആ കർത്താവിനെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ കാരണത്തെ അന്വേഷിക്കുവാനാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, യഹൂദാ ജനം മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു. തങ്ങളുടെ രക്ഷകനായ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന ജനത്തിന്റെ മധ്യേ മിശിഹ അവതരിച്ചു. അവൻ അത്ഭുത പ്രവർത്തികൾ ചെയ്തു. ആരാലും അറിയപ്പെടാത്ത 30 വർഷങ്ങൾ, പിന്നെയുള്ള 3.5 കൊല്ലം നാടെങ്ങും ചുറ്റി നടന്ന് അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നിട്ടും അവർ ആ കർത്താവിനെ ക്രൂശിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടും അവർ ആ കർത്താവിന് ക്രൂരവും കഠിനവുമായ മരണം വിധിച്ചു. നമ്മുടെ കർത്താവിനെ ക്രൂശിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവനെ ഒറ്റിക്കൊടുത്ത യൂദാ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന്. പീലാത്തോസ്, അവിടത്തേക്ക് മരണം വിധിച്ച ന്യായാധിപനായ പീലാത്തോസ് പറഞ്ഞു, ആ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന്.
നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ അവന്റെ മരണത്തിങ്കൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, സത്യമല്ല. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി വിധിച്ച പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിന് ഒരു കത്ത് എഴുതി, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ പറഞ്ഞു, ഞാനോ കുറ്റം ചെയ്തിട്ട് മരിക്കുന്നു, അവനോ ഒരു കുറ്റവും ചെയ്യാതെ മരിക്കുന്നു. അയ്യോ, നീയോ രാജ്യത്വം പ്രാപിച്ച് രാജാവായി വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ, എനിക്കറിയാം നീ രാജാവാണ്. അപ്പോൾ കള്ളൻ പറഞ്ഞത് എന്താ? നീ രാജാവാണെന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ കർത്താവിനെ എന്തിനാ അവർ ക്രൂശിലേക്ക് പറഞ്ഞു വിട്ടത്? ഇതെല്ലാം അറിഞ്ഞിട്ടും കർത്താവിനെ എന്തുകൊണ്ടായിരിക്കും അവർ ക്രൂശിച്ചത്? നമ്മൾ ഇതിന്റെ ബൈബിളിന്റെ ആരംഭത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമുക്കറിയാം, ഭൂമിയെ സൃഷ്ടിച്ച ദൈവം നല്ലതെന്ന് കണ്ടു, വളരെ സന്തോഷം. എന്നിട്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സൃഷ്ടിച്ചത് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവത്തിന്റെ തേജസ് അവന് കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകൾക്കും ഉപദേശത്തിനും വിരുദ്ധമായി പാപം ചെയ്തു. എന്താ അവൻ ചെയ്ത പാപം? തോട്ടത്തിൽ അനേക വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തോട്ടത്തിന്റെ നടുക്ക് എത്ര വൃക്ഷം ഉണ്ടായിരുന്നു? എത്ര? ഒരു വൃക്ഷം. ഉൽപ്പത്തി പുസ്തകം 2:9 എടുത്ത് വായിച്ചു നോക്കണം. ഇതാണ് നമ്മുടെ തിരുവചന പഠനത്തിന്റെ ഒരു പ്രശ്നം. ഉൽപ്പത്തി പുസ്തകം 2:9 പറയുന്നു, എന്താ? തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷങ്ങളുണ്ട്. ഒരു വൃക്ഷത്തിന്റെ പേരെന്താ? ജീവവൃക്ഷം. മറ്റേ വൃക്ഷത്തിന്റെ പേരെന്താ? നന്മതിന്മകളുടെ വൃക്ഷം. മനുഷ്യൻ പറിച്ച് ഭക്ഷിച്ച ഫലത്തിന്റെ പേരെന്താ? നന്മതിന്മകളുടെ വൃക്ഷഫലം. പലപ്പോഴും പ്രിയമുള്ളവരെ, തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മുൻപിൽ ഒരു നന്മയും വെച്ചിട്ടാണ്, അല്ലേ? നമ്മുടെ മക്കൾക്ക് ഡ്രഗ്സ് കൊടുക്കുന്നത് എങ്ങനെയാ? ചോക്ലേറ്റിന്റെ രൂപത്തിൽ അവർ സന്തോഷത്തോടെ വാങ്ങും. അകത്തൊളിച്ചിരിക്കുന്നത് എന്താ? ഡ്രഗ്സ് ആയിരിക്കും. അപ്പോ തോട്ടത്തിന്റെ നടുക്ക് ജീവന്റെ വൃക്ഷവും ഉണ്ടായിരുന്നു, നന്മ തിന്മകളുടെ വൃക്ഷവും ഉണ്ടായിരുന്നു. അതിന്റെ സമൂലമായ അർത്ഥം തിന്മയുടെ വൃക്ഷം എന്ന് തന്നെയാണ്. മനുഷ്യൻ ഭക്ഷിച്ചത് ഏത് വൃക്ഷത്തിന്റെ ഫലമാണ്? നന്മതിന്മകളുടെ വൃക്ഷം. അവൻ തിന്മയെ ഭക്ഷിപ്പാൻ ഇടയായി. ഈ കാലഘട്ടത്തിൽ പലരും തിന്ന് രോഗികളാകുന്നു, അല്ലെ? ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് കുഴിമന്തി. പറഞ്ഞ് വയസ്സാം കാലത്ത് നമ്മൾ പറയും, ഇനി കുഴിമതി താങ്ങാൻ വയ്യ രോഗം കൊണ്ടല്ലേ. ഡോക്ടർമാർ പറയുന്നുണ്ട്, ഈ കുഴിമന്തി കടകളാണ് ഞങ്ങൾക്ക് ആശുപത്രി തുടങ്ങാനായിട്ട് ഒരു പ്രചോദനം തരുന്നത്, അല്ലേ? പണ്ട് കാലത്ത് ചത്തയാളെ കുഴിച്ചിടാൻ വേണ്ടിയാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. ഇന്ന് നമുക്ക് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയും നമ്മൾ കുഴിയെടുത്ത് കുഴിക്കകത്ത് ഭക്ഷണം ഇട്ട് മൂടിയ ശേഷം അതിൽ നിന്ന് പിന്നെയും വെട്ടി തുറന്ന് ഈ കല്ലറ തുറക്കും പോലെ അതിനകത്തുനിന്ന് ഈ സാധനം വാരി നമ്മൾ ആർത്തിയോടെ ഭക്ഷിക്കും, പ്രിയമുള്ളവരെ, അല്ലേ? തിന്ന് രോഗികളാവുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാ അതേ മനുഷ്യന് വന്നത് അത് തന്നെയാ ചെയ്തത്. അവന് ജീവിക്കാനൊരു സാധ്യത, അവന് നിത്യകാലം മരിക്കാതിരിക്കാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാം എന്നിരിക്കെ അവന്റെ മരണത്തിനായിട്ട് നന്മതിന്മകളുടെ വൃക്ഷത്തെ തിരഞ്ഞെടുത്തു. നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നത് മുഖാന്തരം അവൻ എന്ത് സംഭവിച്ചു? മരിച്ചില്ലല്ലോ. പിന്നെ എന്താ സംഭവിച്ചത്? അവൻ ആത്മീകമായി ആത്മാവിൽ മരിച്ചു. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നെനിക്കറിയാം. അവൻ ആത്മാവിൽ മരിച്ചു എന്ന് കഴിഞ്ഞാൽ അവൻ അതുവരെ ആത്മാവിലാണ് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ എന്തില്ല? സങ്കടമില്ല, ദുഃഖമില്ല, നിരാശയില്ല, ആവലാതിയില്ല, ഇല്ലേ? ഇത് കഴിച്ച ശേഷം അവൻ എന്ത് സംഭവിച്ചു? കഴിച്ച ഉടനെ അവന് സങ്കടം വന്നു, ദുഃഖം വന്നു, കുറ്റപ്പെടുത്തൽ വന്നു. അതുവരെ ആദം എപ്പോഴെങ്കിലും ഹവ്വയെ കുറ്റപ്പെടുത്തിയിരുന്നു? ഇത് കഴിച്ച ശേഷമാണ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവൻ കരയാൻ തുടങ്ങി. അവന്റെ കുറവുകളെ കുറിച്ചൊരു ചിന്ത അവനെ വേട്ടയാൻ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവനെ അത് വേട്ടയാടുവാൻ തുടങ്ങി. അവൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, പലപ്പോഴും പാപത്തിന് അടിമപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു കാഴ്ച ഇന്നും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവനത് ഭക്ഷിക്കും വരെ അവൻ ദൈവത്തോട് ചേർന്ന് ജീവിച്ചിരുന്നു, അവൻ ദൈവത്തോട് സംസാരിച്ചിരുന്നു, അവന് ദൈവത്തെ കാണാൻ കഴിയുമായിരുന്നു. അപ്പൊ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? നമ്മൾ ഇപ്പോഴും നന്മതിന്മകളുടെ ഫലം തിന്നിട്ടാണ് ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്ത് കൊടുക്കുമെന്നാ പറഞ്ഞേ? തിരുവനന്തപുരം നഗരത്തിലെ 10 നിലയുള്ള ഫ്ലാറ്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞേ. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം
തിന്മാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ജയിക്കുന്നവർക്കുള്ളതാണ് ജീവവൃക്ഷത്തിന്റെ ഫലം. പ്രിയമുള്ളവരെ, നിങ്ങൾ ജയിച്ചവരാണെങ്കിൽ അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ തരും. അത് തിന്നാൻ കിട്ടിയാൽ ഈ ആലയത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യത്തെ അറിയുവാൻ നമുക്ക് കഴിയും. ഈ ആലയത്തിനകത്ത് അവന്റെ ശബ്ദത്തെ കേൾപ്പാൻ നിങ്ങൾക്ക് കഴിയും. എനിക്കറിയാം നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതെന്ന്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ ഉറങ്ങും. എനിക്ക് സന്തോഷമാണ്. കാര്യം എന്തെന്നറിയാവോ? നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതെങ്കിൽ യാക്കോബ് കണ്ട ദർശനം നിങ്ങൾ ഉറക്കത്തിൽ കാണും. ആമേൻ. ഉറക്കത്തിലും ദർശനങ്ങളെ തരുന്ന, ഉറക്കത്തിലും സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, സംശയിക്കണ്ട. ഉറക്കം വന്ന ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ ഞാനാണ് സുവിശേഷം പറയുന്നത്, ഉറക്കത്തിൽ കർത്താവ് സുവിശേഷം പറയും. അവിടെ കർത്താവിന്റെ സുവിശേഷം കേൾക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ പ്രിയമുള്ളവരെ, ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാത്തതാണ് നമുക്ക് കർത്താവിനെ കാണാൻ കഴിയാത്തതിന് കാരണം. നമ്മൾ എന്നും ആ നന്മ തിന്മകളുടെ വൃക്ഷഫലത്തിലാണ്. അതിന് മറ്റൊരു ഉദാഹരണം നിങ്ങളുടെ ജീവിതവുമായി ചേർത്ത് പറയാം. നമ്മുടെ ജീവിതത്തില് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ചെറിയ ഉദാഹരണം. എൻ്റെ ചെറിയ കാലം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് 4 സൈഡും ഓല കൊണ്ട് കുത്തി മറച്ചിട്ട് മുകളിൽ ഓലയൊക്കെ ഇട്ടിട്ടൊരു വീടാണ്. ഇതിന്റെ മുകളിൽ ടാർപ്പ ഇടാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞങ്ങളൊന്ന് വളരെ ആഗ്രഹിച്ചു. ഒരു മണ്ണെണ്ണ വിളക്കാണ് എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളത്. ഒരു കതകിന്റെ പലക 4-5 ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് അതിന്റെ പുറത്ത് വെച്ചിട്ട് അതിലാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. ഇങ്ങേ മൂലം ഞാൻ കിടക്കും, അങ്ങേ മൂലം അപ്പയും അമ്മയും കിടക്കും, താഴെ അടുക്കള. ഇതാണ് അവസ്ഥ. രാത്രിയാകുമ്പോൾ ഇത് ഓല മാറ്റി കിട്ടാൻ കാശില്ലാതെ വന്നപ്പോ എന്ത് ചെയ്യും? ചെതൽ ഇതിനകത്ത് ഇങ്ങനെ നിറയും. ചെതൽ നിറയുമ്പോൾ രാത്രിയാകുമ്പോൾ ചെറിയ പാമ്പുകൾ ഈ ചെതലിനെ തിന്നാൻ വേണ്ടി നീ കൂടി ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞു പോകും. ഇതിനോട് പറ്റിയാണ് കിടക്കുന്നത്. അപ്പൊ ഇത് ഇഴഞ്ഞു പോണ സൗണ്ട് ഓലയായതുകൊണ്ട് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. പേടിച്ചിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഒരു പാമ്പ് വീട്ടിൽ കയറിയില്ല, കടിച്ചുമില്ല. അന്ന് സ്വപ്നം കണ്ടു, കർത്താവേ, ഇതിന്റെ മുകളിൽ ഒരു ടാർപ്പ ഇടാൻ പറ്റിയെങ്കിൽ സന്തോഷം. ടാർപ്പയല്ല, ദൈവം ഷീറ്റിട്ടൊരു വീട് തന്നു. ഷീറ്റിട്ട വീട് വന്നപ്പോ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഷീറ്റിട്ട വീടെങ്കിൽ കിട്ടുമ്പോൾ ഞാൻ സന്തോഷവാനായിരിക്കും. എന്നിട്ട് സന്തോഷമായോ? നിങ്ങൾക്ക് സന്തോഷമായോ? സന്തോഷമാവൂല. അപ്പൊ പറഞ്ഞു, ഒരു ടെറസ് വീട് വേണം, തറയിരുന്ന് ടൈൽസ് ഒക്കെ ഇടുന്നു, കൊള്ളാം. എന്നിട്ട് സന്തോഷമായോ? അപ്പോഴും സങ്കടം. ടൈൽസ് ഇട്ട വീടിനകത്ത് അഴുക്കാവുന്നുണ്ട്, മുറിക്കൊന്നും സൗകര്യം പോരാ, കുറച്ചുകൂടി വലുതാക്കണം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് സന്തോഷമാവും വിചാരിച്ചു. കല്യാണം കഴിച്ച എല്ലാവരും തലയിൽ കൈയും വെച്ചുകൊണ്ടാണ് നടക്കണല്ലേ? അല്ലേ? ഇനി അവന്റെ ജീവിതത്തിൽ അവൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്യില്ല. പറ്റിപ്പോയി ആണോ? നിങ്ങൾ ചിരി കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ പറ്റിപ്പോയവരെന്ന് തോന്നുന്നത്. പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അപ്പോഴും സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചു. എന്നിട്ടും എന്ത് കിട്ടിയില്ല? സന്തോഷം കിട്ടിയില്ല. പിന്നീട് വിചാരിച്ചു മക്കളാകും സന്തോഷം കിട്ടും. പിന്നെ വിചാരിച്ചു ഒരു വാഹനം വാങ്ങിയ സന്തോഷം കിട്ടും. കിട്ടിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടിയാലും നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരാൻ ഇതിനൊന്നിനും കഴിയുകയില്ല. നിങ്ങൾ ഓരോന്ന് നേടുമ്പോഴും നിങ്ങളുടെ മനസ്സ് പറയും, ഞാൻ ആഗ്രഹിക്കുന്നത് ഇതല്ല, മറ്റൊന്നാണ്. നമ്മൾ അതിന് മറ്റ് പല വസ്തുക്കളെയും ചാർത്തി കൊടുക്കും. എന്നിട്ട് അതിന്റെ പുറകെ പോകും. അതൊന്നും കൊണ്ട് എന്ത് ചെയ്യില്ല, നമുക്ക് ജീവിതത്തിൽ തൃപ്തി വരികയില്ല. ഈ ലോകത്തിൽ 2 സുഖങ്ങളാണ് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. അത് മദ്യപിക്കുമ്പോൾ കിട്ടുന്ന സുഖമല്ല, അത് TV കാണുമ്പോൾ കിട്ടുന്ന സുഖമല്ല. ഇതൊക്കെ വാഗ്നി സന്താപ ലോകസ്താമ്പ് ബിന്ദുര സന്നിഭം ക്ഷണഭങ്കുര മർത്തി ജന്മം എന്നാ പറയുക. ഇത് ഈ തറയിൽ നിന്ന് കത്തിപ്പോകുന്ന തീപ്പൊരി പോലെയാണ്. ഇന്നലത്തെ സുഖം, ഇന്നത്തെ ഓർമ്മയാണ്, അത് നിലനിൽക്കൂല. അല്ലേ? ഇന്നലെ ടൂർ പോയി, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ടൂർ പോയി, അത് ഓർമ്മയാണ്, അത് നിലനിൽക്കുകയില്ല. ആ സന്തോഷം കഴിഞ്ഞു പോയി, അത് നിലനിൽപ്പില്ല. മനുഷ്യൻ അനുഭവിക്കുന്ന 2 സുഖങ്ങൾ, ഒന്ന് ശരീരസുഖവും, 2 ആത്മീക സുഖവും. ശരീരസുഖം നഷ്ടപ്പെട്ടവനെ ശരീരസുഖം എന്തെന്നറിയാവൂ. ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ, ഇന്ന് ഡിസ്കിന് കുഴപ്പമില്ലാതിരിക്കുമ്പോ, ഇന്ന് മുട്ടിന്റെ ചിരട്ട നന്നായിരിക്കുമ്പോ, ഇന്ന് പല്ലിന് ബലമുള്ളപ്പോ, ഇന്ന് കാതിന് കേൾവിയുള്ളപ്പോ നമുക്കിതിന്റെ വില അറിഞ്ഞുകൂടാ. ഒന്ന് ചെവിക്കൊരു വേദന വരണം, അപ്പോഴാണ് ശരീരത്തെ ഞാൻ അനുഭവിച്ചിരുന്ന സുഖം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലേ? ഒന്ന് മുട്ടിന്റെ ചിരട്ട അങ്ങോട്ട് മാറുമ്പോഴാണ് ശരീരത്തെ ഞാൻ അനുഭവിച്ചിരുന്ന സുഖം എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ ദൈവം നമ്മെ എവിടെയാക്കി വെച്ചിരിക്കുന്നത്? ശരീരസുഖത്തോടു കൂടെ ആണെങ്കിൽ കർത്താവിന്റെ കൃപയാൽ നിങ്ങൾ എവിടെയാണ്? കർത്താവ് അനുഗ്രഹിച്ചു തന്ന സ്വർഗത്തിൽ തന്നെയാണ്. വലിയ നന്മയാണ്. 2ാമത്തെ സുഖം എന്താ? ആത്മീക സുഖമാണ്. അത് പ്രാർത്ഥനയിലും ആത്മാവിൽ ദൈവത്തോടുള്ള അടുപ്പത്തിലും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ചില സമയത്ത് മരിക്കാൻ ഭയങ്കര പേടിയുള്ള മനുഷ്യനാണ് ഞാൻ. എന്നാൽ ചില സമയത്ത് അൾത്താരിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവിന്റെ ബലം, ശക്തി പകരപ്പെടുമ്പോഴേ, അത് ചോദിച്ചാൽ ഉടനെ തരത്തില്ല, ദൈവം ചിലപ്പോഴൊക്കെ തരത്തുള്ളൂ. അത് പകരപ്പെടുമ്പോ മനസ്സിരിക്കുന്ന കരഞ്ഞ് പ്രാർത്ഥിച്ചു പോകും, ദൈവമേ ഇപ്പൊ നീ എന്നെ കൊണ്ടുപോയാ മതി.
അത്രയ്ക്ക് വലിയ സുഖമാ, അത്രയ്ക്ക് വലിയ സന്തോഷമാ ഈ ആത്മീക സുഖം. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടി, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. അങ്ങനെയല്ലേ? ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പ, ദൈവമേ ഇന്നെന്നെ ആത്മമാരി കൊണ്ട് നിറയ്ക്കണം. അതിനെന്ത് വേണം? പാപത്തിന്റെ എല്ലാ അന്ധകാരവും എന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകണം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകണം. പാപത്തിന്റെ അന്ധകാരങ്ങൾ എന്റെ ജീവിതത്തെ വിട്ട് മാറിപ്പോകണം. പ്രിയമുള്ളവരെ, ഈ ആത്മസുഖം അനുഭവിച്ചിരുന്നവരായിരുന്നു ആര്? ആദമും ഹവ്വയും. അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ, വെറുക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, കുറ്റം പറയാൻ അറിഞ്ഞുകൂടായിരുന്നു, തോളോട് തോൾ ചേർന്ന് നടക്കാനേ അറിയാമായിരുന്നുള്ളൂ, പിടിച്ചു പറിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, കരുതാനേ അറിയാമായിരുന്നുള്ളൂ, മരണത്തിൽ നിന്ന് പിടിച്ചു കയറ്റാനേ അറിയാമായിരുന്നുള്ളൂ, കൊല്ലാൻ അറിഞ്ഞുകൂടായിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ദുഷ്ടനായ പിശാച് കാണിച്ചു കൊടുത്ത ആ പഴം ഭക്ഷിച്ച ആ ദിവസം മുതൽ ഹവ്വ ആദമിനെയും തുടർന്ന് ഹവ്വ സർപ്പത്തെയും പ്രകൃതിയെയും കുറ്റം പറയുന്ന അനുഭവം അവന്റെ ജീവിതത്തിലേക്ക് രൂപപ്പെട്ടു. ഗലാത്യലേഖനം 5-ാം അധ്യായം ആത്മാവിന്റെ ഫലങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളുള്ളൊരു മനുഷ്യൻ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. അവനത് ഭക്ഷിക്കുക വഴി, പ്രിയമുള്ളവരെ, അവൻ ജഡത്തിന്റെ ഫലങ്ങളുള്ളവൻ, അസൂയയും വെറുപ്പും തിന്മയും പകയും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിട്ട് അവൻ മാറുകയാണ്. അവൻ ആത്മാവിൽ മരിച്ചു. അവന്റെ വെറുപ്പ് കൊണ്ട്, അവന്റെ പക കൊണ്ട്, അവന്റെ കൊലപാതക സ്വഭാവം കൊണ്ട്, അവന്റെ സ്നേഹമില്ലായ്മ കൊണ്ട് അവന് ദൈവത്തെ മറയ്ക്കപ്പെട്ടു. മനസ്സിലായോ? നമ്മുടെ ഈ ലോകത്തിന്റെ ജഡ സ്വഭാവങ്ങൾ കൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയാതെ വണ്ണം മറയ്ക്കപ്പെടുന്നത്. ആ ജഡ സ്വഭാവത്തിൽ തന്നെ അവൻ മരിക്കേണ്ടുന്ന ഒരവസ്ഥ അവിടെ സാധ്യമായി. പ്രിയമുള്ളവരെ, അവിടെയാണ് കയീൻ ഹാബേലിനെ കൊല്ലുന്നത് നമ്മൾ കാണുന്നത്. നിരന്തരം പൈശാചിക പ്രവൃത്തി മനുഷ്യനോട് പിന്തുടർന്നു. പിന്നെ അവന്റെ ജീവിതത്തിൽ, അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് പൈശാചിക സ്വഭാവമാണ്. അവന്റെ രക്തത്തിൽ എന്തില്ല? ദൈവിക സ്വഭാവമില്ല. ഉണ്ടോ? സ്നേഹിക്കാൻ അറിയാമോ അവന്? അങ്ങനെ ഇരുന്ന ദൈവം മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനായി ദൈവം ഒരു പദ്ധതി അന്ന് തയ്യാറാക്കി. എന്തായിരുന്നു ആദ്യത്തെ പദ്ധതി? നോഹയുടെ കാലത്ത് ഒരു പ്രളയം ഉണ്ടാക്കി. പ്രളയമുണ്ടാക്കിയിട്ട് അന്നത്തതിൽ കൊള്ളാകുന്ന ഏറ്റവും നല്ല ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു, പെട്ടകത്തിനകത്താക്കി. എങ്ങനെ? നമ്മുടെ വീട്ടിലൊരു മരം മുഴുവൻ കരിഞ്ഞുണങ്ങി എന്തെങ്കിലും അസുഖം ബാധിച്ചു നിന്നാൽ അതിന്റെ ഇലകളെ മുഴുവൻ നമ്മൾ വെട്ടിമാറ്റിക്കളയും. ഇന്ന് കത്തിച്ച ശേഷം അതിന്റെ കുറ്റിയെ ശേഷിപ്പിക്കും, ഇല്ലേ? ആ കുറ്റിയിൽ നിന്ന് പുതിയ മുളകൾ വരട്ടെ, അത് നന്നായിരിക്കുമല്ലോ എന്ന് കരുതി ദൈവം നോഹ എന്ന ഒരൊറ്റ കുറ്റിയെ ഭൂമിയിൽ ശേഷിപ്പിച്ചു. ആ കുറ്റിയിൽ നിന്നുണ്ടാകുന്ന മുകുളങ്കിലെങ്കിലും നന്നായി വരുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. എന്നിട്ട് നന്നായോ? ഈ കുറ്റി തന്നെ മദ്യപിച്ച് മതോന്മത്തനായി വിവസ്ത്രനായി കിടക്കുന്ന ഒരു കാഴ്ച വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ നോഹ തന്നെ സ്വന്തം പുത്രനെ ശപിക്കുന്ന ഒരു കാഴ്ച വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെയും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് സങ്കടം തന്നെ ബാക്കിയായി. അവിടെയും മനുഷ്യനെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് അടർത്തി കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധ്യമായില്ല. മനുഷ്യനെ പാപത്തിനെ നടത്തി കൊണ്ടുവരുവാൻ ന്യായപ്രമാണം അവന് കൊടുത്തു. പ്രിയമുള്ളവരെ, ന്യായപ്രമാണം 613 തോറാ നിയമങ്ങൾ അവന് കൊടുത്തു. ഈ 613 തോറാ നിയമങ്ങളും അവൻ ലംഘിച്ചു. ന്യായപ്രമാണ നിമിത്തവും അവൻ പിന്നെയും പാപികളായി. അവന്റെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാരെ അവർ ധിക്കരിച്ചു കളഞ്ഞു. പുരോഹിതന്മാരെ അയച്ചു, അവനെയും ധിക്കരിച്ചു കളഞ്ഞു. മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. അങ്ങനെ ഇരിക്കെ 70 വയസ്സുള്ളൊരു മനുഷ്യനെ ദൈവം വിളിക്കുകയാണ്. ഒരു രാത്രിയിൽ 70 വയസ്സുള്ള വൃദ്ധനായ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് വീടുണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു, നല്ല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ദൈവം അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാം, നീ നിനക്കുള്ളതൊക്കെ വിട്ടിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര പോവുക. ദൈവം അവനെ നടത്തിയത് വാഗ്ദത്ത ദേശമായ കനാനിലേക്കായിരുന്നു. അബ്രഹാം വിശ്വസ്തനായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുമോ? ഇന്ന് വന്ന് പറയാണ്, നിന്റെ വീട്, നിന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇന്ന് ഞാൻ പറയാൻ പോണ സ്ഥലത്തേക്ക് നീ പോയെന്ന് പറഞ്ഞ ഞാനോ നിങ്ങളെ പോവോ? ഒരിക്കലും പോവുകയില്ല. സമ്പന്നനായ മനുഷ്യൻ, വസ്തുവും പുരയിടവും ആടുമാടുകളും ഉണ്ടായിരുന്ന മനുഷ്യൻ, സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്ന മനുഷ്യൻ, അവനുണ്ടായിരുന്നതൊക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ വിളിയുടെ പുറകെ പോകുവാനിടയായി. പ്രിയമുള്ളവരെ, നാമം ആ ദൈവത്തിന്റെ പുറകെ വിളിക്ക് കേട്ട് പോകുന്നവരായി മാറുവാൻ ഇടയാകണം.
നോക്കണമേ, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വാഴ്ത്തുവാനുള്ള പ്രധാന കാരണം അവന്റെ ഈ ഒരു തീരുമാനം തന്നെയാണ്. ദൈവം അപ്പോൾ കരുതി ഈ അബ്രഹാമിൽ നിന്നുണ്ടാകുന്ന തലമുറകൾ അതെങ്കിലും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ദൈവം അനുഗ്രഹിച്ചൊരു മകനെ കൊടുത്തു, ഇസഹാക്ക്. ഏറെ വൈകിയാ കൊടുത്തത്. അവനിൽ നിന്ന് 2 മക്കൾ ഉണ്ടായി. അതിലൊന്നിനെ ദൈവം തിരഞ്ഞെടുത്തു, യാക്കോബ്. അവനിൽ നിന്ന് 12 ഗോത്രങ്ങൾ ഉത്ഭവിച്ചു. ആ 12 ഗോത്രങ്ങളെയും ദൈവം ഇസ്രായേൽ എന്ന് പേരിട്ട് അവന്റെ സ്വന്തം മക്കളെന്ന് വേർതിരിച്ചു. മറ്റുള്ളവരെ വിജാതീയരെന്ന് മാറ്റി നിർത്തി. സെലക്ടഡ് പീപ്പിൾസ്. കർത്താവിന്റെ കൃപയാൽ കർത്താവ് ഒരു വിഭാഗം ജനത്തെ സ്വന്തം മക്കളാക്കി തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവകൃപയാൽ ദൈവത്തിന്റെ സ്വന്തം മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോ, കുഴപ്പമില്ല. ദൈവം സംസാരിക്കും. ഒരു മടിയും വിചാരിക്കണ്ട, ഞാൻ വിളിക്കൂല, അത് പഠിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണ് നാം ഓരോരുത്തരും. ഇവിടെ എന്താ ചെയ്തേ? ഈ ദൈവം തിരഞ്ഞെടുത്ത 12 ഗോത്രങ്ങളും അവരെന്താ ചെയ്തത്? ഇതിൽ ഒരുവനായ യോസേഫിനെ അവർ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. യോസേഫ് ആരുടെ പ്രതിപുരുഷനാണ്? ക്രിസ്തുവിന്റെ പഴയ നിയമത്തിന്റെ നിഴലാണ്. യോസേഫിനെ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞെങ്കിലും, പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടെങ്കിലും, കാരാഗ്രഹത്തിൽ അടച്ചെങ്കിലും യോസേഫിനൊരു ഉത്ഥാനമുണ്ടായി. ആ ഉത്ഥാനം എന്നത് ഒരു രാജ്യത്തിന്റെ മന്ത്രിപദത്തിൽ സർവ്വ അധികാരത്തോടെയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ക്രൂശിൽ തറച്ചിരിക്കുന്ന കർത്താവ് മടങ്ങി വരുന്നൊരു ദിവസമുണ്ട്. പിതാവിന്റെ സർവ്വ അധികാരത്തോടെ അവൻ രാജസിംഹാസനത്തിലിരുന്ന് എന്നെയും നിങ്ങളെയും വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രിയമുള്ളവരെ, യോസേഫിനെ വിറ്റ സഹോദരന്മാരെ വിധിക്കാൻ തക്കവണ്ണം, കരുതാൻ തക്കവണ്ണം യോസേഫിനെ ദൈവം ഉയർത്തി ഒരു മാതൃക നമുക്ക് കാണിച്ചിരിക്കുക. ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി രാജകീയ പുരോഹിതനായി നമുക്ക് വേണ്ടി ഉയർത്തും. അവൻ നമ്മെ വിധിക്കും. ആ വിധിയുടെ നാളിൽ വീണ്ടു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. ഇതാ യോസേഫ് പാർക്കുന്നത് ഈജിപ്തിലാണ്. ഇസ്രായേൽ ജനം എവിടെയാ? കനാനിലായിരുന്നു. അവർ വാഗ്ദത്ത ദേശം, ഇന്നത്തെ ഇസ്രായേൽ. കനാൻ എവിടെയാ? ഇന്നത്തെ ഇസ്രായേൽ, പ്രോമിസിംഗ് ലാൻഡിലായിരുന്നു. അവിടെ ക്ഷാമം വന്നപ്പോൾ അവർക്ക് ഭക്ഷണത്തിനായിട്ട് ദൈവം എവിടെ ഒരുക്കി? ഈജിപ്റ്റ് ഒരുക്കി. അവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. അവിടെ പോയി ക്ഷാമത്തിന്റെ നാളുകളിൽ ഭക്ഷണം കഴിച്ചു. ദൈവം അവർക്ക് കൊടുത്തത് എന്താ? ഈ ക്ഷാമനാളിൽ ഭക്ഷണം കഴിച്ച് നീ എവിടെ മടങ്ങി വരണം? നിന്റെ പ്രോമിസിംഗ് ലാൻഡിലേക്ക്, നിന്റെ നിലത്തിലേക്ക്, നീ ആയിരുന്ന ഇടത്തേക്ക് മടങ്ങി വരണം. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവരാ പ്രോമിസിംഗ് രാജ്യത്ത് തന്നെ നിന്ന് തിരിച്ചു വരാതെ പോയ ഈജിപ്തിൽ തന്നെ തങ്ങുന്നവരായി. അവരെവിടെ തങ്ങി? ഈജിപ്തിൽ തന്നെ നിൽക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ദൈവം കഷ്ടതയുടെ നാളുകളിൽ വിളിച്ചു കൊണ്ടുപോയി ചില നന്മകളും ചില അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് തരും. കയറി കിടക്കാൻ വീടില്ലാത്ത ഇടത്ത് വീട് തരും, സഞ്ചരിക്കാൻ വാഹനം തരും, ഉണ്ണാൻ ഭക്ഷണമില്ലാത്തടത്ത് വയറ് നിറയെ തിന്നാൻ തരും, ഉപജീവനത്തിന് വഴിയില്ലാത്തടത്ത് ഉപജീവനം തരും, സമൂഹത്തിൽ മാന്യതയില്ലാത്തടത്ത് മാന്യമായ കുടുംബം തരും. ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ദൈവത്തെ വേണ്ട, ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല. നമുക്ക് ദൈവം തന്ന നന്മകൾ മതി. നന്മകളെയും കെട്ടിപ്പിടിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള മനുഷ്യരോട് ദൈവം ഒരു രാത്രിയിൽ ചോദിക്കും, മൂഢ, ഈ രാത്രിയിൽ ഞാൻ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? ചിലർ സമ്പാദിക്കുക. അവിടെ യൂണിയൻ ബാങ്കിൽ, ഇവിടെ ICICയിൽ, തൊട്ടപ്പുറത്ത് KSFയിൽ. എന്തിന്? ഒന്ന് ഭൂമി ചെറുതായിട്ടൊന്ന് കുലുങ്ങി. നിങ്ങൾക്കറിയാമോ, ഭൂമി കുലുക്കത്തിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് നമ്മൾ ഈ തിരുവനന്തപുരം. അവരുടെ സാധ്യതകളെ തെളിഞ്ഞ ആദ്യം ഇവിടെ ഈ കുലുങ്ങുന്നത്. ആര് പോയി എടുക്കും? ഏത് ബാങ്കിൽ പോയി എടുക്കും? പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുക. ശമ്പളം കിട്ടിയാൽ മക്കളെ വെച്ചൊന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും ആർക്കും മനസ്സില്ല. പൈസ കഷ്ടങ്ങളാക്കി മുറിക്കുകയാണ്. അവിടെ KSFയിൽ ഇത്ര, ഗോകുലത്തിന് ഇത്ര, അല്ലേ, ഇൻഷുറൻസിന് ഇത്ര, ഇങ്ങനെ വീതിച്ചിട്ട് ഒടുവിൽ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പൈസയില്ല, മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല. പട്ടിണി കിടന്ന് സമ്പാദിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയമുള്ളവരെ, ആർക്ക് വേണ്ടിയെന്ന് ആലോചിക്കണമേ. നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഉപയോഗിക്കാതെ അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഓർത്തോളണം, കോരാത്ത കിണർ പൊട്ടക്കിണറാ.
കോരുന്ന കിണറിലെ വറ്റുകയുള്ളൂ. ദൈവനാമത്തിന് കൊടുക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ ചെറിയൊരു പിശുക്ക് കാണിച്ചു. പിശുക്ക് കാണിച്ചപ്പോ ഞാൻ പിശുക്ക് കാണിച്ചതിന്റെ ഇരട്ടി എവിടെ കൊടുത്തു? ആശുപത്രി കൊടുത്തു. അപ്പൊ ഓടി വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ പിശുക്കിനെ അങ്ങ് നികത്തി. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെയും ഇരട്ടി ഒരുപക്ഷെ കൊടുക്കേണ്ടി വരും. ദൈവം തന്നാലത് ദൈവത്തിന് കൊടുക്കണം. നമ്മൾക്കുള്ളതൊന്നും അല്ല ഇത്, ദൈവം തരുന്നത്. അതോടെ ഇരിക്കട്ടെ. അപ്പോ ഈ ജനം ഈജിപ്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു. ഒടുവിൽ അവരാരായി? ഈജിപ്തിന്റെ അടിമകളായി മാറി. പ്രിയ സഭേ, ഈ ശബ്ദപരിധിക്കകത്ത് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ പിതാവേ, നീ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മദ്യപാനമുണ്ടല്ലോ, വല്ലപ്പോഴും ഓന്നെന്ന് നീ പറയുന്നുണ്ടല്ലോ, അത് നിന്നെ അടിമയാക്കും. ഒരു സീരിയൽ നീ കാണുമെന്ന് നീ പറയുന്നുണ്ടല്ലോ, അത് നിന്നെ അടിമയാക്കും. വല്ലപ്പോഴുമേ ഞാനൊരു മെസ്സേജ് ഇടുകയുള്ളൂ എന്ന് നീ പറയുന്നുണ്ടല്ലോ, അത് നിന്നെ അടിമയാക്കും. നിന്റെ കുടുംബത്തെ തകർക്കും. നിന്റെ ദ്രവ്യാഗ്രഹമുണ്ടല്ലോ, അത് നിന്നെ അടിമയാക്കും. ഒന്നും അനുഭവിക്കാൻ കഴിയാത്തവനായി ഈ ലോകത്ത് നിന്ന് മഹാനായ അലക്സാണ്ടർ പോയതുപോലെ ഒരു കൈ മാത്രം ഇങ്ങനെ ഇട്ട് യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ജഡീക സുഖങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുവാൻ ഈ ദുഃഖ വെള്ളിയാഴ്ച കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ! ഒരു വലിയ സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ, വലിയൊരു ആർപ്പിന്റെ നാദമുണ്ട്. കർത്താവിന്റെ മക്കൾ കൂടുന്ന ഇടത്ത് അവിടെ ഇങ്ങനെയൊന്നുമല്ല കേൾക്കേണ്ടത്, കാഹളം പോലത്തെ ശബ്ദമാണ്. ഇസ്രായേൽ മക്കൾ അവർ കാഹളം മുഴക്കിയപ്പോൾ എന്താ ഇടിഞ്ഞു വീണത്? എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. സഭ കാഹളം മുഴക്കുമ്പോൾ കുടുംബങ്ങൾക്ക് തടസ്സമായി ഉയർന്നു നിൽക്കുന്ന എരിഹോ മതിലുകൾ ഇടിഞ്ഞു വീഴും. സഭയുടെ ആത്മീയതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എരിഹോ മതിലുകൾ ഇടിഞ്ഞു വീഴും. അല്ലാതെ ഈ ലോകത്തിന്റെ ഇൻപങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്നാൽ നമ്മെ പറയും ഈ ലോകത്തിന്റെ അടിമ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അവർ അടിമകളായി. എത്ര വർഷമാണ് അടിമകളായിരുന്നത്? 400 വർഷം. എത്ര വർഷം? 400 വർഷം. ഞാൻ ഈ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നത്. എന്തെന്നറിയാമോ? ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, സുശേഷൻ ഈ പെസഹ എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ അക്രൈസ്തവയായ ഒരു സുഹൃത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചോദിച്ചത്. നമ്മളെ മക്കൾക്ക് 25-26 വയസ്സായിട്ടും പെസഹ എന്തെന്ന് അറിഞ്ഞുകൂടാത്തവർ ഈ കൂട്ടത്തിൽ. പെസഹ എന്തെന്നറിയാമോ? അറിയാം. ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പേടിയാവും അല്ലേ? ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് പേടിയാവും. പെസഹ എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ നമുക്കിടയിലുണ്ട് പ്രിയമുള്ളവരെ. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ 400 വർഷത്തെ എന്തായിരുന്നു അടിമത്തം? 400 വർഷത്തെ അടിമത്തത്തിന് ശേഷം 40 വർഷം ദൈവം അവരെ ചെങ്കടലിനെ പിളർന്നും മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും കൊടുത്തും മാറായ മധുരമാക്കിയും യോർദാനെ പിളർന്നും അത്ഭുതകരമായി 40 വർഷത്തെ മരുഭൂ യാത്ര കഴിഞ്ഞ് എവിടെ എത്തിക്കുന്നു? പ്രോമിസിംഗ് ലാൻഡായ കനാനിലെത്തിക്കുന്നു. അപ്പോൾ മറ്റൊരു കണക്ക് കൂടെ ഞാൻ പറയാം. ദൈവം അബ്രഹാമിനെ വിളിച്ചല്ലോ ഇവിടത്തേക്കാ, കനാനിലേക്ക്. അബ്രഹാം അവിടെ എത്തി. അബ്രഹാമിന്റെ തലമുറ ഇസ്രായേൽ ജനം പ്രോമിസിംഗ് ലാൻഡിൽ എത്തുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാ? അബ്രഹാമിനെ വിളിച്ച് 1000 വർഷം കഴിഞ്ഞിട്ടാ. അബ്രഹാമിനെ വിളിച്ച് 1000 വർഷം കഴിഞ്ഞിട്ടാ. ഈ 1000 വർഷങ്ങളും ഓരോരുത്തർക്ക് അടിമകളായിരുന്നു. ഇവരെ അടിമകളാക്കി വെച്ചത്, ആദ്യം ഇവരെ സിറിയക്കാർ അടിമകളാക്കി വെച്ചു, തുടർന്ന് ഈജിപ്തുകാർ അടിമകളാക്കി വെച്ചു, അത് കഴിഞ്ഞ് ഗ്രീക്കുകാർ അടിമകളാക്കി വെച്ചു. ഏറ്റവും ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലത്ത് അവർ ആരുടെ അടിമയാ? റോമക്കാരുടെ അടിമയാണ്. അവർ റോമക്കാരുടെ അടിമയാണ്. ഇപ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഈ 1000 വർഷത്തെ അധ്വാനം കൊണ്ട് ഇവർ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി അവർ ആഗ്രഹിച്ച പ്രോമിസിംഗ് ലാൻഡ് വാഗ്ദത്ത ദേശത്തെത്തി. 500 വർഷം പിന്നെ ഇവർ തോന്നുന്നത് പോലെ ജീവിച്ചു. പിന്നെയുള്ള 500 വർഷം ഇവർ തോന്നുന്നത് പോലെ ജീവിച്ചു. കഷ്ടതയുടെ നാളിൽ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ കണ്ണുനീർ കണ്ടു. അവരെ എത്തിക്കേണ്ട ഇടത്തെത്തിച്ചു. എത്തേണ്ട ഇടത്തെത്തിയപ്പോൾ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു. ദൈവത്തെ ഉപേക്ഷിച്ചതിന്റെ ഫലമായി 500 വർഷം കൊണ്ട് അവർക്ക് ഈ പ്രോമിസിംഗ് ലാൻഡ് നഷ്ടപ്പെട്ടു. പിന്നെയും അവർ ആരുടെ അടിമകളായി? സിറിയക്കാർ. ഇങ്ങനെ ഓരോരുത്തരുടെ അടിമകളായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ,
70 കൊല്ലത്തെ അടിമത്തത്തിൽ നിന്ന് ഈ 500 വർഷം കഴിഞ്ഞ് 500 വർഷത്തെ അടിമത്തത്തിലേക്ക് പോയ ശേഷം പിന്നെയും നെഹമ്യ, എസ്ര എന്നിവരുടെ നേതൃത്വത്തിൽ ഇവർ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി. തുടർന്ന് ഇവരെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇവർ കടന്നുപോയ ഏറ്റവും വലിയ അടിമത്തം എന്നത്, ഒന്ന് എഴുന്നേറ്റിരിക്കണോ എല്ലാവർക്കും? വേണോ? ഒന്ന് കൈയടിച്ച് പാടി ഇതോട് പറഞ്ഞിരിക്കാം. ഇവർ കടന്നുപോയ ഏറ്റവും വലിയ ക്രൂരമായ അടിമത്തം എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ അടിമത്തമാണ്. ഗ്രീക്കുകാരുടെ അടിമത്തമാണ്. ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്നോട് വിഷമം തോന്നരുത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ തൊട്ടും. ഗ്രീക്കുകാരുടെ അടിമത്തത്തിൽ ഗ്രീക്കുകാരെ ഭരിച്ചിരുന്ന രാജാവ് അന്ത്യോക്യസ് എപ്പിഫാനസ്. കേട്ടിട്ടുണ്ടോ? ഈ POC ബൈബിളിൽ മക്കബായരുടെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കത്തോലിക് ബൈബിളിന്റെ മക്കബായരുടെ പുസ്തകം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മൊബൈൽ ആപ്പൊക്കെ ഉണ്ട്, അതിനകത്ത് POC ബൈബിൾ കയറിയത് വായിക്കണം. മക്കബായ വിപ്ലവം, ചരിത്രത്തിലെ ചില സംഭവങ്ങൾ നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഈ മക്കബായരുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു മനുഷ്യനാണ് അന്ത്യോക്യസ് എപ്പിഫാനസ്. ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനെ പറ്റി പറയുന്നത് അവൻ തിന്മയുടെ പുത്രനെന്നാണ്, ദുഷ്ടതയുടെ പുത്രനെന്നാണ്. നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന അന്തിക്രിസ്തുവിന്റെ നിഴലാണ് ആര്? അന്ത്യോക്യസ് എപ്പിഫാനസ്. അന്ത്യോക്യസ് എപ്പിഫാനസ് ചെയ്ത പ്രവർത്തികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവൻ യെരുശലേമിനെ കീഴടക്കിയ ശേഷം അവരുടെ ദേവനായ സേവൂസിന്റെ പ്രതിമ കൊണ്ടുവന്ന് യെരുശലേം ദേവാലയത്തിൽ വച്ചു. അവരുടെ ദേവനായ സേവൂസിന്റെ പ്രതിമ കൊണ്ടുവന്ന് യെരുശലേം ദേവാലയത്തിൽ വച്ചു. അപ്പം സംശയമുണ്ട്, ഈ യെരുശലേം ദേവാലയത്തിൽ ഇരിക്കുന്ന സാക്ഷ്യപട്ടകം തൊട്ട ഒരു മനുഷ്യൻ പണ്ട് മരിച്ചു വീണിട്ടുണ്ട്. പണ്ട് യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ പുരോഹിതന്മാരുടെ അരയിൽ ഒരു കയറ് കെട്ടിയിട്ടത് പുറത്തിട്ടിക്കും. പുരോഹിതൻ അയോഗ്യമായാണ് ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്, അവൻ മരിച്ചു വീഴും. അകത്ത് പോയി ഒരുത്തനും അവനെ എടുക്കാൻ പറ്റൂല, ഈ കയറിൽ പിടിച്ചിട്ട് വലിച്ചാ എടുക്കുന്നത്. അത്രയും വിശുദ്ധമായ ദേവാലയത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് ഒരു അന്യ ദൈവത്തിന്റെ വിഗ്രഹത്തെ കൊണ്ട് വെക്കുമ്പോൾ ദൈവം എവിടെയായിരുന്നു? ചോദ്യമല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വച്ചത്? പ്രിയമുള്ളവരെ, ജനത്തിന്റെ വഷളത്ത നിമിത്തം ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ നിന്ന് നഷ്ടമായി? ദേവാലയത്തിൽ നഷ്ടമായി. ദൈവജനം ദൈവത്തെ മറന്നു കളയുമ്പോൾ, ആരാധനകൾ കുറവ് വരുമ്പോൾ, പ്രാർത്ഥനകൾ കുറവ് വരുമ്പോൾ, കൂട്ടായ്മകളിൽ ആത്മബന്ധം നഷ്ടപ്പെടുമ്പോൾ ദൈവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. ഇന്ന് നിങ്ങൾ നോക്കിയാണ് ഏതെങ്കിലും അമ്പലത്തിൽ പ്രശ്നമുണ്ടോ? ഏതെങ്കിലും മോസ്കിൽ പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ബുദ്ധക്ഷേത്രത്തിൽ പ്രശ്നമുണ്ടോ? ക്രിസ്ത്യാനിയെ പോലെ തമ്മിലടിക്കുന്ന ഏതെങ്കിലും മതമുണ്ടോ? ഇവിടെ പെന്തക്കോസുകാരനൊരു ക്രിസ്തു, കത്തോലിക്കക്കാരനൊരു ക്രിസ്തു, യാക്കോബയക്കാരനൊരു ക്രിസ്തു, CSI കാരനൊരു ക്രിസ്തു. ക്രിസ്തു മുറുക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. സത്യമല്ലേ? പെന്തക്കോസുകാരന് CSI കാരനെ കണ്ടുകൂടാ, CSI കാരന് കത്തോലിക്കക്കാരനെ കണ്ടുകൂടാ. പരസ്പരം തമ്മിലടിക്കുക, ജാതികളെ പോലെ. ഇപ്പൊ നമ്മൾ സഭയ്ക്കകത്ത് തമ്മിലടിക്കുക. സഭയ്ക്കകത്ത് എന്താ? ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി നമുക്ക്. അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ ഒരു എഫക്ട് ഇന്ന് സഭകളെ ഭരിക്കുന്നുണ്ട്. രണ്ടാമത് അവൻ ചെയ്തത്, അവൻ ദേവാലയത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ കൊണ്ടുവരാൻ പാടില്ലായിരുന്ന പന്നിയെ കൊണ്ടുവന്നു. യഹൂദന്മാർക്ക് അറപ്പായിരുന്ന പന്നിയെ കൊണ്ടുവന്ന് ദേവാലയത്തിലെ യാഗപീഠത്തിൽ ബലികഴിച്ചു, അശുദ്ധമാക്കി ദേവാലയം. മൂന്നാമത് അവൻ ചെയ്തത്, ദേവാലയത്തിലുണ്ടായിരുന്ന വസ്തുക്കളെ കൊള്ളയടിച്ചു. ദേവാലയത്തിലുണ്ടായിരുന്ന വസ്തുക്കളെ കൊള്ളയടിച്ചു. നാലാമത്തെ കാര്യം, എനിക്ക് നിങ്ങളോട് പറയാൻ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടാ വന്നിരിക്കുന്നത്. അവൻ ദേവാലയത്തിന്റെ മുക്കിലും മൂലയിലും വേശ്യമാരെ നിർത്തി. എന്തിനു വേണ്ടിയായിരിക്കും? ചരിത്രമാണ്, ഞാൻ ഇല്ലാത്തത് പറയുന്നതല്ല. എന്തിനായിരിക്കും? ദേവാലയത്തിൽ ആരാധിക്കാൻ വരുന്നവന്റെ ശ്രദ്ധ ആരുടെ മേൽ പതിയും? ഈ നിൽക്കുന്ന സ്ത്രീകളുടെ മേൽ പതിയും. അവൻ ആരാധിക്കുമോ? ഈ സ്ത്രീകളെ നോക്കുമോ? അല്ലേ? അപ്പോൾ ദേവാലയത്തിലെ ആരാധനകളെ മറിച്ചു കളയുവാൻ, അതിന്റെ ഉദ്ദേശത്തെ തകർത്ത് കളയുന്ന രീതിയിൽ ആലയത്തെ അന്ത്യോക്യസ് എപ്പിഫാനസ് വികൃതമാക്കി. ഇന്ന് നമ്മളെ പള്ളിയിൽ ചില മക്കൾ പറഞ്ഞ കണ്ടു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവം വസ്ത്രത്തെ മനുഷ്യന് കൊടുത്തത് ശരീരത്തെ മറയ്ക്കാനാണ്. ഇന്ന് പലരും വസ്ത്രം ഇടുന്നത് ശരീരത്തെ കാണിക്കാനാണ്. പാപം ദൈവം പൊറുക്കുകയില്ല. മനുഷ്യൻ ശരീരം മറയ്ക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ ദൈവം അവന് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തത്. അല്ലെങ്കിൽ ദൈവം പറയുന്നത് ഇങ്ങനെ ജീവിച്ചാൽ മതി. അവന് വസ്ത്രത്തിന്റെ ആവശ്യമുണ്ട്, മറയ്ക്കപ്പെടണം.
ഇന്ന് ആരാധനാലയങ്ങളിൽ പോലും എങ്ങനെ വരണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു തലമുറ രൂപപ്പെടുന്നു. ആരാധനാലയത്തിൽ എന്തൊക്കെ പാടില്ല എന്നറിഞ്ഞുകൂടാത്തൊരു തലമുറ രൂപപ്പെടുന്നു. നമ്മളെ മക്കൾക്ക് പള്ളിക്കകത്ത് സിനിമാ പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ അവസരം കൊടുത്ത സന്തോഷമാണ്. ഇതൊരു അന്ത്യോക്യസ് എപ്പിഫാനസ് എഫക്റ്റാ, ഇതൊരു അശുദ്ധിയാ. നിങ്ങളെ ജാതികളെ പോലെ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവജനമാക്കിയ. ജാതികളെ പോലെ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവജനമാക്കിയ. ഇപ്പൊ ജിബ്ലി അല്ലേ, ചാറ്റ് GPT എല്ലാം ഒരു ഭയങ്കര ട്രെൻഡായിരുന്നു ജിബ്ലി. അപ്പൊ എൻ്റെ അടുത്തൊരു സഹോദരൻ വന്നിട്ട്, ഞാൻ ഈ അടുത്ത് കിട്ടുന്ന മക്കളെ കുറിച്ച് പറയടേ, ഇതിന്റെയൊക്കെ ദോഷവശത്തെ പറ്റി പറയും. ജിബ്ലിയെ പറ്റി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? AI എന്ന് പറയുന്ന ഒരു ടൂളിൽ അവർക്ക് ബിഹേവിയേഴ്സ് നിർമ്മിക്കാനായിട്ട് മനുഷ്യന്റെ മുഖം ആവശ്യമാണ്. അത് അത്ര പെട്ടെന്നൊന്നും കിട്ടൂല. നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കാം, അതൊരു ചെറിയ ഫയലായിട്ട് എടുക്കാൻ പറ്റും. അതിനത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവത്തില്ല, എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങളൊരു AI ടൂളിനകത്ത് നിങ്ങളെ ഫോട്ടോ കൊടുക്കുന്നത്, പലരും കപ്പിൾസിന്റെ ഫോട്ടോ കൊടുക്കുന്നത്, ചിലർ കുടുംബ ഫോട്ടോ കൊടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ ബിഹേവിയർ അവർക്ക് കിട്ടി. ഇനി കുറെ കാലം കഴിഞ്ഞ് സിനിമ അഭിനയിക്കാൻ സിനിമാ നട ഉണ്ടാവില്ല. പകരം എന്തായിരിക്കും? നമ്മുടെയൊക്കെ ഫേസ് വെച്ചിട്ട് സിനിമ വരും. ബാക്കി നിങ്ങൾ ഊഹിച്ചോ. രണ്ട്, കുറച്ചു കാലം കഴിഞ്ഞ് ഓഫീസിൽ വർക്ക് ചെയ്യാനായിട്ട് ആരുണ്ടാവില്ല, സ്റ്റാഫുകൾ ഉണ്ടാവില്ല. നമ്മുടെ ഷേപ്പുള്ള സ്റ്റാഫുകൾ വരും. കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മളെ പറ്റി ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കണമെന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഇമേജ് കൊടുത്താൽ അവന്റെ കയ്യിൽ ഒരു സ്റ്റോറേജ് ഉണ്ടാവും. അവൻ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൈക്കൂലി വാങ്ങുന്ന ഫോട്ടോയോ അല്ലേ, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന വീഡിയോ ഒക്കെ അവൻ ആന്തി ചെയ്തു കൊടുക്കും. ഇതൊരു വ്യാജ ലോകത്തിന്റെ നിർമ്മിതിയാണ്. സംസാരിക്കുന്ന മൃഗം ആരാ? ഈ AI, ഈ ഇന്റർനെറ്റ് തന്നെയാണ് സംസാരിക്കുന്ന വെളിപാട് പുസ്തകത്തിന്റെ മൃഗം. നമ്മൾ കൊടുത്തു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെയാണ്. അയ്യോ സുശേഷരെ, ഞാൻ കൊടുത്തുപോയി. ഞാൻ ചോദിച്ചു, എന്തിനാ നീ കൊടുത്തേ? അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരും വാട്സാപ്പിൽ DP ഒക്കെ ഇട്ടു, അപ്പൊ ഞാനും ചെയ്തു. പ്രിയമുള്ളവരെ, എൻ്റെ സ്നേഹമുള്ള യൗവന മക്കളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ഈ ലോകത്തിന്റെ ജനം ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ മക്കൾ കാണിക്കുന്ന പ്രവൃത്തി എന്ത് ചെയ്യരുത്? നിങ്ങൾ ചെയ്യരുത്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശം എന്തെന്നല്ല ദൈവം കാണിച്ചു തന്നത്, നല്ലത് എന്തെന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നത്. നല്ലത് തിരഞ്ഞെടുത്ത് ജീവിക്കുന്നവരായിട്ട് മാറണം, പാപത്തിന് അടിമകളായിട്ട് മാറരുത്. നമ്മളിപ്പോഴും പാപത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, പാപത്തിന് അടിമകളായിട്ട് മാറരുത്. അപ്പോൾ ഈ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ 3.5 വർഷ ഭരണശേഷം ഈ ജനത്തെ അടിമകളാക്കുന്നത് ആരാണ്? റോമക്കാർ. അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ ഗ്രീക്കുകാരുടെ അടിമത്തത്തിന് ശേഷം ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി മാറ്റുന്നത് റോമക്കാരാണ്. ഇനിയാണ് നമ്മൾ കർത്താവിന്റെ ക്രൂശിലേക്കുള്ള ചിത്രത്തിലേക്ക് കടന്നു പോകുന്നത്. ഈ റോമാക്കാർ ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി മാറ്റുമ്പോൾ ജനം 2 തട്ടായി തിരിഞ്ഞു. ഒന്ന്, ഈ റോമക്കാരെ അനുകൂലിച്ചവർ, മറ്റൊരു കൂട്ടർ റോമക്കാർക്കെതിരെ നിന്നവർ. അപ്പോൾ ഈ അനുകൂലിച്ച് പ്രതികൂലിച്ച് 2 കൂട്ടർ രൂപപ്പെട്ടു. ഇതിനകത്ത് പ്രധാനമായി രൂപപ്പെട്ട 4 തരം മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തവർ സദൂക്യന്മാരാണ്. സദൂക്യന്മാരെന്ന് പറഞ്ഞാൽ ആരാ? പുരോഹിതന്മാർ. രണ്ടാമത്തവർ ചുങ്കക്കാർ, ടാക്സ് കളക്ടേഴ്സ്. മൂന്നാമത്തവർ പരീശന്മാർ, നിയമം പാലിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നവർ. നാലാമത്തവർ തീവ്രവാദികൾ. അപ്പോൾ ഈ ചുങ്കക്കാരെ പറ്റി നമുക്ക് ചിന്തിക്കാം. ചുങ്കക്കാരെന്താ ചെയ്തത് അറിയാവോ? സഖായി ഒരു ചുങ്കക്കാരനാണ്. സഖായിയോട് അഭിലാഷ്, ഞാനൊരു യഹൂദനാണെന്ന് വെച്ചോ, എന്റെ വീട്ടിൽ നിന്ന് 10 രൂപ ചുങ്കം പിരിക്കാൻ ആരേർപ്പാടാക്കി? റോമ ഗവൺമെന്റ് ഏർപ്പാടാക്കി. അപ്പൊ സഖായി പറയും, ഞാൻ പോയി പിരിക്കാം, നിങ്ങൾ പോയാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സഖായി എന്റെ വീട്ടിൽ ചുങ്കം പിരിക്കാൻ വരും. എന്റെ സഖായി എന്റെ എത്ര രൂപ വാങ്ങും? 50 രൂപ വാങ്ങും. എത്ര വാങ്ങും? 50 രൂപ വാങ്ങും. 10 രൂപ ആർക്ക് കൊടുക്കും? റോമൻ സർക്കാരിന് കൊടുക്കും. 40 രൂപ ആരെടുക്കും? സഖായി എടുക്കും. 40 രൂപ സഖായി എടുക്കും. അപ്പോൾ ഈ യഹൂദാജനം തന്നെ യഹൂദാജനത്തെ തിന്നുന്നൊരു അനുഭവം അല്ലേ? ഈ സഖായി ആരാണ്? അവര് യഹൂദനാ. രണ്ടാമത്തെ കൂട്ടർ സദൂക്യര, പുരോഹിതന്മാർ. യെരുശലേം ദേവാലയം 13 ഏക്കർ ചുറ്റളവുള്ള ഒരു ദേവാലയമാണ്. 13 ഏക്കർ ചുറ്റളവുള്ള ഒരു ദേവാലയമാണ് യെരുശലേം ദേവാലയം. ഈ പുരോഹിതന്മാർ പറഞ്ഞു, റോമക്കാരടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ഈ 13 ഏക്കറിനകത്ത് നിങ്ങൾ കയറരുത്. 13 ഏക്കറിനകത്ത് നിങ്ങൾ പ്രവേശിക്കരുത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ ദേവാലയത്തിൽ ജനം ആടുകളെയും കാളകളെയും ഒക്കെ ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുമല്ലോ, അല്ലെങ്കിൽ കാഴ്ചയിടാൻ വേണ്ടി വരും. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന നാണയം ആരുടെ നാണയമായിരിക്കും? കൈസരുടെ നാണയം, റോമൻ നാണയം അല്ലേ? അപ്പോ ഈ പുരോഹിതന്മാർ പറയും, ഈ റോമൻ നാണയം ദേവാലയത്തിൽ ഇടാൻ പറ്റത്തില്ല, ഇത് വിജാതിയുടെ നാണയമാണ്,
പകരം നിങ്ങൾ ഇവിടുത്തെ ഈ ടെമ്പിൾ കോയിൻ, അതായത് യെരൂശലേം ദേവാലയത്തിൽ കറൻസി ഉണ്ട്, അതേ നിങ്ങൾ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾ ഈ റോമൻ കറൻസി ഞങ്ങൾക്ക് തരിക, ഞാൻ പകരം നിങ്ങൾക്ക് എന്ത് തരും? ഇവിടുത്തെ ടെമ്പിൾ കറൻസി. അപ്പൊ അതും ഇങ്ങനെ തന്നെയാണ്. 50 രൂപ കൊടുത്താൽ 10 രൂപ തിരിച്ചു കൊടുക്കും. അപ്പോ ഈ ജനവും ഇവരെന്ത് ചെയ്തു? ചൂഷണം ചെയ്തു. അടുത്ത ന്യായാധിപൻ, ഈ പരീശന്മാർ, ഇവരെന്ത് ചെയ്യാണ്? ഇവർ ന്യായപ്രമാണം അങ്ങനെ തന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവരാ. ഇവരാ യേശുക്രിസ്തു ശബത്തിന് സൗഖ്യമാക്കിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത്, കുഷ്ഠരോഗി സൗഖ്യമാക്കിയ പ്രശ്നം ഉണ്ടാക്കിയത്, പാപിനിയെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്ന ഈ കൂട്ടരാ. അപ്പൊ ഇവർക്കും ആരെതിരായിരുന്നു? കർത്താവ് എതിരായിരുന്നു. 4ാമത്തെ തരക്കാർ തീവ്രവാദികളാണ്. തീവ്രവാദികളുടെ പ്രത്യേകത, ഒരു മലകളിൽ താമസിക്കും, താഴെ ഇറങ്ങി വരും, ഏതെങ്കിലും ഒരു റോമക്കാരനെ കിട്ടിയാൽ, റോമൻ സൈനികരെ കിട്ടിയാൽ കൊല്ലും, കൊന്നിട്ട് അവിടെ എവിടെയും കെട്ടിത്തൂക്കിയിട്ട് അവന്മാർ തിരിച്ചു കയറി പോകും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു പിറക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തായിട്ട് നിങ്ങൾ മനസ്സിലാക്കി? ഇവിടെ ശരിക്കും ഈ യഹൂദന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് റോമക്കാരാണോ? യഹൂദന്മാർ തന്നെയാണ്. ഈ യഹൂദാ ജനത്തെ ചൂഷണം ചെയ്യുന്നത് റോമക്കാരാണോ? യഹൂദാ ജനം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആത്മീക സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതും തകർത്ത് കളയുന്നതും ഇന്നിന്റെ ആത്മീയ സമൂഹം തന്നെയാണ്. നമ്മുടെ തകർച്ചയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. മരത്തെ വെട്ടാനുള്ള കോടാലിയുടെ പിടി എവിടെ നിന്ന് തന്നെ എടുക്കും? മരത്തിൽ നിന്ന് തന്നെ എടുക്കും. ഇതൊരു സാത്താന്യ തന്ത്രമാണ്. ഇത് ഒരു സാത്താന്യ തന്ത്രമാണ്. ഇന്ന് സഭകൾ നശിച്ചു പോകുന്നത് സഭകൾക്കുള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. അന്നും ഇത് തന്നെയാണ്. ആ ജനത്തെ തകർത്ത് കളഞ്ഞത് ആ ജനത്തിന്റെ ഐക്യമില്ലായ്മയാണ്. അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആരാ? ഞാൻ ആരാ? ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. നമ്മളെല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കേണ്ടവരാ. ആ മനസ്സ് എന്റെ മനസ്സല്ല, ആ മനസ്സ് അച്ഛന്റെ മനസ്സല്ല, ആ മനസ്സ് നിങ്ങളിൽ ഒരാളുടെ മനസ്സല്ല, ആ മനസ്സ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനസ്സാണ്. അപ്പൊ സഭ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആദ്യം ആരെടുത്ത് പോകും? വില്ലേജ് ഓഫീസർ അടുത്ത് പോവോ? ഇല്ല. സഭ പണ്ട് കാലത്ത് അങ്ങനെയാ പ്രവർത്തിച്ചത്. സഭ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഡീക്കന്മാരും മൂപ്പന്മാരും ജനങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് കൂടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അവർ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മനസ്സറിഞ്ഞിട്ട് ദൈവത്തിന്റെ മനസ്സിനത്ത് പ്രവർത്തിക്കും. അന്ന് സഭ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എന്തായത് അനുഗ്രഹീതരായി മാറിയത്. അപ്പോൾ ഇപ്രകാരം ദൈവജനം തന്നെ ദൈവജനത്തെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു പിറന്നു. പ്രിയമുള്ളവരെ, ആ കാലഘട്ടം ക്രിസ്തുവിന് അത്ര നല്ല കാലഘട്ടമല്ലായിരുന്നു. നമുക്കറിയാം, കർത്താവിന്റെ 30 വർഷങ്ങൾ അവൻ അറിയപ്പെടാത്തവനായി ലോകത്തിൽ ജീവിച്ചു. ഇടയ്ക്ക് ഒരു ഭാഗത്തിൽ മാത്രം കർത്താവിനെ കാണാൻ കഴിയും. 30 വർഷങ്ങൾക്ക് ശേഷമുള്ള 3.5 വർഷം കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തിനെ നടക്കാൻ പ്രാപ്തമാക്കി, ചെകിടന് കേൾവി കൊടുത്തു, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. കുഷ്ഠരോഗിയുടെ വിധി എന്തെന്നറിയാമോ? പാളയത്തിന് പുറത്ത് പഴുത്തും പുഴുത്തും മരിക്കുക എന്നതായിരുന്നു കുഷ്ഠരോഗിയുടെ വിധി. അവന്റെ വിധിയെ മാറ്റിമറിച്ചുകൊണ്ട് പാളയത്തിനകത്തേക്ക് അവനെ പ്രവേശിപ്പിച്ച് അവന് ജീവൻ ക്രിസ്തു കൊടുത്തു. പ്രിയമുള്ളവരെ, 38 വർഷം ബെഥസ്ദ കുളക്കരയിൽ കിടന്നവനെ അവൻ എഴുന്നേൽപ്പിച്ച് ഓടുമാറാക്കി. പട്ടണത്തിൽ പാപിനി എന്ന് വിധിച്ച് മുൻപ് നിർത്തിയവർക്ക് പുതിയൊരു ജീവിതം പകർന്നു കൊടുത്തു. ഭക്ഷണമില്ലാതിരുന്നവർക്ക് 5 അപ്പത്തെ പകത്ത് ഭക്ഷണത്തെ വർദ്ധിപ്പിച്ച് ജീവനായി അവനിലേക്ക് ഇറങ്ങി വന്നു. കടലിന്റെ ഓരങ്ങളിൽ സംസ്കാരമില്ലാതെ അലഞ്ഞു നടന്നവരെ കൂട്ടിച്ചേർത്ത് ശിഷ്യന്മാരാക്കി ചേർത്ത് വെച്ചു. അങ്ങനെ ഒരു അനന്തമായ സ്നേഹം സമൂഹത്തിലെ ഉന്നതന്മാരെ അന്വേഷിച്ചിറങ്ങിയവനായിരുന്നില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സമൂഹത്തിലെ താഴ്ന്നവരെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് എന്നെയും നിങ്ങളെയും ഇന്ന് ദേവാലയത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായി, ഒരു ശിഷ്യയായി മാറുവാൻ നിങ്ങൾ തയ്യാറാണോ? ക്രിസ്തുവിനെ സമൂഹത്തിൽ വരച്ചു കാണിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ! ക്രിസ്തുവിനെ ഈ സമൂഹത്തിൽ വരച്ചു കാണിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? പ്രിയമുള്ളവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് ക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. അങ്ങനൊരു ജീവിതമാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ അവിടുത്തെ പുരോഹിതന്മാരും അവിടുത്തെ ചുങ്കക്കാരും അവിടുത്തെ ശാസ്ത്രിമാരും കർത്താവിന് എതിരായി മാറി. പെസഹയെ കുറിച്ച് ഇന്നലെ കേട്ടല്ലോ അല്ലേ? പെസഹ ഇന്ന് സ്കിപ്പ് ചെയ്തു പോവാം. പെസഹ അറിയാം, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന ദിവസമാണ്. കർത്താവ് ബലിയായി. പെസഹ നമുക്ക് സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്.
പ്രിയമുള്ളവരെ, നാം ഇവിടെ എന്താ മനസ്സിലാക്കിയത്? ഈ ആദ്യ മനുഷ്യനായ ആദം ചെയ്ത പാപത്തിൽ നിന്ന് ഈ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നത് വരെ മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല? ദൈവത്തിന് കഴിഞ്ഞില്ല. അവൻ ഇപ്പോഴും പാപത്തിൽ തന്നെയാണ്. അവന്റെ പാപത്തിൽ നിന്ന് അവനെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് വന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു വർത്തമാനമുണ്ട്. ഗുജറാത്തിലെ ചോട്ടാ ഉദയ്പൂർ എന്നൊരു സ്ഥലം, ഗുജറാത്തിലെ ചോട്ടാ ഉദയ്പൂർ എന്ന സ്ഥലം, ചോട്ടാ ഉദയ്പൂർ എന്ന സ്ഥലത്തിൽ 4 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരു മനുഷ്യൻ, ആ പെൺകുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചു നിൽക്കുമ്പോൾ അതിനെ എടുത്തുകൊണ്ടുപോയി അവിടുത്തെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. അതിന്റെ കഴുത്തറുത്തു. കഴുത്തിൽ നിന്ന് ചീറ്റി ഒഴിച്ച ചോര അവിടുത്തെ വിഗ്രഹത്തിന്മേൽ ഒഴിച്ചു. ആ ചുവരുകളിലെല്ലാം അത് തളിച്ചു. അവന്റെ ഭവനത്തിലും അത് കൊണ്ടുപോയി തളിച്ചു. ആ കുഞ്ഞിനെ ബലി കഴിക്കുന്ന ഒരു കാഴ്ച. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്ന ബലികൾ, ആടിനെയും മാടിനെയും ഒക്കെ ബലി കൊടുത്തൊരു കാലഘട്ടം നമ്മുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അവൻ അറിയില്ലായിരുന്നു സർവ്വലോകർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന വെളിച്ചം എവിടെ എത്തിയില്ല? ഗുജറാത്തിലെ ചോട്ടാ ഉദയ്പൂരിൽ എത്തിയില്ല. അതുകൊണ്ട് അവൻ ആ കുഞ്ഞിനെ കൊന്നു. നമ്മളിലേക്ക് ആ വെളിച്ചം, ആ വിമോചനം എത്തിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നാം ആരും കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നവരായി മാറാത്തത്. നാം ആരും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ കുരുതിക്കളങ്ങളിലേക്ക് പോകാത്തത്. നിങ്ങൾക്കറിയാമോ, യെരൂശലേം ദേവാലയത്തിൽ ഒരു പെസഹ ദിനത്തിൽ 2,70,000 കുഞ്ഞാടുകൾ കഴുത്തറുക്കപ്പെട്ട് മരിക്കുമായിരുന്നു. എത്ര? 2,70,000 കുഞ്ഞാടുകൾ. ഈസ്റ്റർ പ്രൊസഷന്റെ വണ്ടിയൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പണ്ടൊക്കെ പോയിട്ടുണ്ട്. പോകുമ്പോൾ ഈ ചില സ്ഥലത്തൊക്കെ ഈ പശുവിനെ കൊന്നിട്ട് ഇങ്ങനെ കിട്ടിയിരിക്കും. ഞാൻ ഒരിക്കൽ ഇങ്ങനെ നോക്കിയപ്പോ അതിന്റെ മാംസം ഇങ്ങനെ പിടയ്ക്കുന്നുണ്ട്. കൊന്നു കെട്ടിയിരിക്കുന്ന ഇറച്ചി പിടയ്ക്കുന്നത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? അതിനെ ജീവനോടെയാ കൊന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, കർത്താവേ, നീ ജനിച്ചാലും മൃഗങ്ങൾക്ക് കഷ്ടം, നീ മരിച്ചാലും മൃഗങ്ങൾക്ക് കഷ്ടം. അറിവില്ലായ്മ ഉണ്ടാ, കൊല്ലരുതെന്ന് തിന്നരുതെന്ന് ഞാൻ പറയുന്നത്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ 2,70,000 മൃഗങ്ങളെ കൊന്നിരുന്ന ഇടത്ത് സകല കുഞ്ഞാടുകൾക്കും പകരമായി യേശു ഏകമായി ഒരിക്കലായി പാപ പരിഹാരയാഗമായി ഇനി ആരും അവന്റെ രക്തം ഒഴുക്കേണ്ടതില്ല. ഇനി ഒരു രക്തം ഒഴുക്കലിന്റെ ആവശ്യമില്ല, ഇനി ഒരു ബലി ആവശ്യമില്ല, ഇനി ഒരു കുരുതിയുടെ ആവശ്യമില്ല. പകരം ആരർപ്പിച്ചു? കർത്താവ് തന്നെ അർപ്പിച്ചു. ഒരു ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച മകൻ, അവൻ മരണത്തോട് മല്ലിടുമ്പോൾ അവന്റെ അമ്മ ഡോക്ടറോട് പോയിട്ട് എന്തൊക്കെ പറഞ്ഞു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ ചില നാളുകൾ അവന് ഓർമ്മയില്ലാത്ത നാളുകളായിരുന്നു. അവൻ ഓർമ്മയിട്ട് എഴുന്നേൽക്കുമ്പോൾ അവൻ തിരക്കിയത് അവൻ്റെ അമ്മയാണ്. ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ അമ്മ എവിടെയാ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിന്റെ ശരീരത്തിന് ആവശ്യമാകുന്നതൊക്കെ തന്നിട്ട് നിന്റെ അമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അമ്മ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ശരിയാകില്ല. അപ്പൊ അമ്മ തിരിച്ചു പറഞ്ഞെന്ന് അറിയോ, ഡോക്ടറെ, ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലോ, മതി, ഇനി എൻ്റെ മകൻ ജീവിക്കട്ടെ. അങ്ങനെയാ പ്രിയമുള്ളവർ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് അവൻ സകല പീഡകളും നമുക്ക് വേണ്ടി വഹിച്ചു. അവന്റെ ജീവനെ നാം ജീവിക്കേണ്ടതിന് പകരമായിട്ട് തന്നു. കർത്താവ് അവന്റെ ജീവനെ നാം ജീവിക്കേണ്ടതിന് പകരമായി തന്നു. ഏതാ ഗത്സമനിയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ആ പെസഹ സ്കിപ്പ് ചെയ്തിട്ട് ഇനി ഗത്സമനിയിലേക്ക് പോകാം. ഗത്സമനിയിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത് അവൻ മരണവേദന കൊണ്ട് നുറുങ്ങുന്ന ഇടമാണ് ഗത്സമനി. ഗത്സമനിയുടെ പാറക്കെട്ടുകൾ നമ്മുടെ കർത്താവ് മുട്ടിടിച്ചു വീണ് നിലത്ത് മുഖമമർത്തി സ്വർഗസ്ഥനായ ദൈവത്തോട് അലറി വിളിച്ച് ഇങ്ങനെ കരഞ്ഞു പോലും, അയ്യോ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നെടുത്ത് മാറ്റി തരണമേ. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പുത്രന് പാറക്കഷ്ണങ്ങളിൽ മുട്ടിടിച്ചു വീണ് മണ്ണിൽ വീണുരുണ്ട് കരയാമെങ്കിൽ പ്രിയമുള്ളവര്, നമുക്ക് ഈ മാർവിളി വെളിച്ച തറയിലിരുന്ന് പ്രാർത്ഥിച്ച എന്ത് നഷ്ടപ്പെടാനാണ്? പായ് വിരിച്ചിരുന്ന ഇടത്ത് മനോഹരമായ മാർബിളുകൾ ദൈവം നൽകി. ഒന്ന് കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ വന്നാൽ എന്ത് നഷ്ടപ്പെടാനാണ്? ഒന്ന് ഹൃദയം നുറുങ്ങിയാൽ എന്ത് നഷ്ടപ്പെടാനാണ്? അതവിടെ നിൽക്കട്ടെ. യൂദ അവിടേക്ക് കടന്നു വരികയാണ്. തൊട്ടു മുമ്പ് 2 കാര്യം കൂടി പറയാനുണ്ട്. അവിടെ ഒന്ന്, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഒന്നാമത്തെ കാര്യം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അപ്പൊ നിങ്ങളോട് പറയുകയാണ്, പരീക്ഷയിൽ
അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നത് പ്രാർത്ഥിക്കുന്നത് ചെറിയ കാര്യമല്ല. ജീവിതത്തിൽ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുത്തുനിന്ന് വീട്ടിൽ പോയാൽ വീട്ടിൽ പോകുന്നതിന് മുൻപേ അത് ലംഘിക്കപ്പെടും. പുതിയ തീരുമാനങ്ങൾ വീടെത്തും മുമ്പേ ലംഘിക്കപ്പെടും. അത് പരീക്ഷയാണ്. അതിലകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് രണ്ടാമത് പറഞ്ഞു, ആത്മാവോ ബലം, എന്നാൽ ജഡമോ ബലഹീനമാണ്. നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരാണ്? ബലഹീനൻ. അപ്പൊ നമ്മൾ എന്തിൽ ജീവിക്കണം? ആത്മാവിൽ ജീവിക്കണം. ജഡത്തിന്റെ സുഖങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. പ്രിയമുള്ള, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഈ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ദൈവം തരുന്ന ജഡീകമായ നന്മകൾ അത് ഈ തേങ്ങയാട്ടുമ്പോൾ കിട്ടുന്ന പുണ്ണാക്കാണ്, അല്ലേ? എണ്ണ എന്ന് പറയുന്നത് നിത്യജീവിതമാണ്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകേണ്ട നിത്യരാജ്യത്തേക്ക് കിട്ടും. അതോട് നിൽക്കട്ടെ. തൊട്ടടുത്ത് യൂദായിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കർത്താവ് വളരെ സ്നേഹിച്ച ശിഷ്യൻ, കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നവൻ, കർത്താവിന്റെ സമ്പത്തൊക്കെ കയ്യിൽ വെച്ചിരുന്നവനാണ്. എല്ലാ കാശും ഇവന്റെ കയ്യിലാണ് കൊടുത്തിരുന്നത്. എന്നിട്ടും ഇവൻ അടിമയുടെ വിലയായ 30 വെള്ളിക്കാശിന് നമ്മുടെ പ്രാണപ്രിയനെ ഒറ്റുകൊടുത്തു എന്നേ. യൂദയുടെ മുമ്പ് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, അവന് കർത്താവിനെ കാണിച്ചു കൊടുക്കാതിരിക്കാം. 2, അവന് കാണിച്ചു കൊടുക്കാം. അവ ഏതാ തിരഞ്ഞെടുത്തത്? കർത്താവിനെ കാണിച്ചു കൊടുത്തു. നമ്മുടെ മുമ്പ് 2 ചോയ്സ് ഉണ്ട്. നമുക്ക് കർത്താവിനെ ഒറ്റിക്കൊടുക്കാം, കർത്താവിനെ ഒറ്റിക്കൊടുക്കാം, കർത്താവിനെ ചേർത്ത് പിടിക്കാം. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ചേർത്ത് പിടിക്കുമ്പോൾ ഒറ്റിക്കൊടുക്കുമ്പോൾ നമ്മുടെ മാതൃകയില്ലാത്ത ജീവിതം പൊതുസമൂഹത്തിൽ നിരത്തപ്പെടുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. നമ്മൾ പറയാൻ പാടില്ലാത്തത് പറയുമ്പോൾ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. എഴുതാൻ പാടില്ലാത്തത് വാട്സാപ്പുകളിൽ എഴുതുമ്പോൾ ഒറ്റിക്കൊടുക്കുകയാണ്. നിൽക്കാൻ പാടില്ലാത്തത് നിൽക്കുമ്പോൾ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുമ്പോൾ ഒറ്റിക്കൊടുക്കുകയാണ്. കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കുമ്പോൾ ഒറ്റിക്കൊടുക്കുകയാണ്. ഭവനത്തിനകത്ത് മാത്രം കേൾക്കേണ്ടുന്ന ശബ്ദം ഭവനത്തിന് പുറത്ത് കേൾക്കുമ്പോൾ ഒറ്റിക്കൊടുക്കുകയാണ്. വിശുദ്ധിയോടും നീതിയോടും കൂടെ നാം പ്രാപിക്കേണ്ട ഈ തിരുമേശ വോട്ടിന് വേണ്ടി സ്വീകരിക്കുമ്പോൾ ഒറ്റിക്കൊടുക്കുകയാണ്. വിഷമം തോന്നരുതേ, ഇതിന് വിലയുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ അനുഭവിച്ചവനാണ്. ഈ തിരുമേശയിൽ വിളമ്പുന്നത് കേവലം മുന്തിരി ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരല്ല, കേവലം ഗോതമ്പ് അടിച്ചു പരത്തിയ ബ്രെഡ് അല്ല പ്രിയമുള്ളവരെ. അത് അക്ഷരാർത്ഥത്തിൽ കർത്താവിന്റെ ശരീരവും രക്തവും തന്നെയാണ്. പറഞ്ഞാൽ വിശ്വസിക്കൂലെന്നറിയാം. അനുഭവിച്ച ചില സഹോദരങ്ങൾ എൻ്റെ കൂടെ. ഈ വീഞ്ഞ് രക്തമായി മണത്ത അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. വീഞ്ഞ് കയ്യിലേക്ക് തൂകിയിട്ടെ, ഇത് അപ്രതീക്ഷിതമായി ഈ കൈ കഴുകാണ്ട് മണപ്പിക്കുമ്പോൾ അതിന് പച്ചമാംസത്തിന്റെ മണമായിരുന്നു. ഞാൻ മാത്രം പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. ഞാനൊരു 6-7 പേരെ കൊണ്ടുപോയി കാണിപ്പിച്ചു. അവരെല്ലാവരും അത് ഐഡന്റിഫൈ ചെയ്തു. എപ്പോഴെങ്കിലും കർത്താവേ, നിന്റെ രക്തത്തിന്റെ അനുഭവം എനിക്ക് തരണമേ എന്ന് ഞാൻ എൻ്റെ തമ്പുരാനോട് കരയുമായിരുന്നു. ഈ തിരുവോസ്തി മാംസമായി മാറിയ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് പ്രിയമുള്ളവരെ. ഒന്ന് ഗൂഗിൾ ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ ചെറിയൊരു സാധനമല്ല ഇവിടുന്ന് വാങ്ങുന്നത്. ഇത് വാങ്ങുന്നത് ആരുടെ ശരീരമാണ്? പ്രാണപ്രിയനായ കർത്താവിന്റെ ശരീരം തന്നെയാണ്. ഇതാണ് കർത്താവ് ആ സെഹിയോൻ മാളികയിൽ ദുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തത്. വാങ്ങി ഭക്ഷിപ്പിൻ. എന്താ? ഇതെന്റെ ശരീരം. വാങ്ങി കുടിപ്പിൻ, ഇതെന്റെ രക്തം എന്ന് പറഞ്ഞിട്ടാ ശിഷ്യന്മാർക്ക് ഇത് കൈമാറുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ തിരുമേശയെ നാം വിശുദ്ധിയോടെ സ്വീകരിക്കാവൂ. വചനം പറയുന്നു, ഇത് ഭക്ഷിക്കുക വഴി ചിലർ രോഗികളായി മാറും, ചിലർ അനുഗ്രഹിക്കപ്പെടും. അയോഗ്യമായി ഭക്ഷിക്കുന്നവൻ എന്ത് ചെയ്യും? മാറും. ഈ തിരുമേശ ഭക്ഷിപ്പാനുള്ള പ്രധാനമായ യോഗ്യതകളിലൊന്നും എന്തെന്നറിയാമോ? നിന്റെ ഹൃദയത്തിൽ ശത്രുക്കൾ ഉണ്ടായിരിക്കരുത് എന്നാണ്. തിരുമേശ ഭക്ഷിക്കാനുള്ള യോഗ്യത എന്താണെന്നറിയാമോ? നിന്റെ ഹൃദയത്തിൽ കുളിച്ചിട്ട് വരണമെന്നല്ല, കുഞ്ഞാടിന്റെ രക്തത്തിലാണ് കുളിക്കേണ്ടത്. നിന്റെ പലരും കുളിച്ച് ഞാൻ ചോദിക്കും, എന്താ തിരുവത്താഴ്? അയ്യോ, എന്ന് കുളിച്ചില്ല സുശേഷരെ. പിണക്കം മാറിയോ? ചേട്ടനോടുള്ള വസ്തുതർക്കം മാറിയോ? അപ്പന് മകനോടുള്ള അതിർതർക്കം മാറിയോ? അയൽപക്കവുമായുള്ള പ്രശ്നം മാറിയോ? കൂട്ടുകാരിയോടുള്ള കലഹം മാറിയോ? കലഹത്തോടെ ഈ തിരുമേശയിൽ വരരുത്. നിനക്ക് നിന്റെ കൂട്ടുകാരോട് വല്ലതുമുണ്ടെങ്കിൽ മുൻപേ പോയി നിരന്നു കൊടുക്കുക. എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആകപ്പാടെ ഒരിക്കലും ഒരു മനുഷ്യനുമായിട്ട് പിണങ്ങി എൻ്റെ പള്ളിയിൽ. അപ്പൊ തൊട്ടടുത്ത ആഴ്ച തിരുമേശയാ. ഒരിക്കലും മിണ്ടൂല എന്ന് ഞാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചു. ഇനി വളരെ സ്നേഹിച്ചിരുന്നതാണ്. ഇനി ഒരിക്കലും അയാളുമായിട്ട് സൗഹൃദമില്ല. അപ്പോഴേക്കും ആ ന്യൂ ഇയറിന് തിരുമേശ ഇങ്ങനെ അടുത്ത് വന്നു. കർത്താവേ, ഇത് അയോഗ്യമായി ഭക്ഷിക്കുന്നത് പാപമാണല്ലോ. ഞാൻ ഓടിപ്പോയി അയാളുമായിട്ട് നിരപ്പ് പ്രാപിച്ചു. ഈ തിരുമേശ ഭക്ഷിപ്പാൻ
നമ്മൾ നമ്മുടെ ഹൃദയത്തെ ആരുമായിട്ടൊരു വെറുപ്പും പകയും വിദ്വേഷവും കഴുകി ശുദ്ധീകരിച്ചൊരു ഹൃദയവുമായിട്ട്, നിർമ്മലമായ ഒരു ഹൃദയവുമായിട്ട് വേണം ഈ തിരുമേശയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാൻ. കാരണം നാം പ്രാപിക്കുന്നത് നിരപ്പുള്ളവന്റെ ശരീരമാണ്. ഇതൊരു ഡയാലിസിസ് പ്രോസസ്സാണ്. അശുദ്ധമായ രക്തമുള്ളവന്റെ ശരീരത്തിലേക്ക് ശുദ്ധരക്തത്തെ ഒഴുക്കി അശുദ്ധമായ രക്തത്തെ മാറ്റുന്നത് പോലെ ആദാമ്യ പാപത്താൽ പാപഭംഗിരമായ നമ്മുടെ രക്തത്തിലേക്ക് നിർമ്മലവും വിശുദ്ധവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ ഒഴുക്കുന്ന പ്രോസസ്സാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ തിരുമേശ. പാപത്താൽ ജനിതകമായി മാറ്റപ്പെട്ട, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ജനിതക ഘടനയ്ക്ക് മാറ്റം വരാൻ തക്കവണ്ണം അപ്പന്റെ ശരീരത്തെ നമ്മുടെ ശരീരത്തോട് ചേർത്തൊട്ടിക്കുന്ന, കാട്ടൊലിവായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ചെത്തി മാറ്റിയ ശേഷം നാട്ടൊലിവായ ക്രിസ്തുവിനെ ഒട്ടിക്കുന്ന പ്രോസസ്സാണ് തിരുമേശ. അപ്പൊ അത്ര ചെറുതാണോ? ചെറുതല്ല. ഹൃദയ നുറുക്കത്തോടെ വേണം നാം തിരുമേശയിലെത്താൻ. ഇതാ യൂദ കർത്താവിനെ 30 വെള്ളിക്കാശുകൾ കൊറ്റിക്കൊടുത്തു. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരാധനകളിൽ നിന്ന് മാറി നിൽക്കുന്നത്, ചില ആരാധനകൾക്ക് പങ്കെടുക്കാൻ മടി കാണിക്കുന്നത്, ചിലപ്പോൾ ആരാധനകളിൽ നിന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇറങ്ങി യാത്രയാകുന്നത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഭൗതികമായ ലാഭങ്ങൾക്കും ഉയർച്ചകൾക്കും വേണ്ടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യൂദ തേടിപ്പോയ 30 വെള്ളിക്കാശിന്റെ പുറകെയാണ് നമ്മൾ. ഈ ലോകത്തിലെ സുഖങ്ങൾക്കൊക്കെ 30 വെള്ളിക്കാശിന്റെ വിലയുള്ളൂ. യൂദയ്ക്ക് ആ 30 വെള്ളിക്കാശ് എന്തായി? എന്തെങ്കിലും പ്രയോജനപ്പെട്ടോ? ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവൻ ഞാൻ ചത്ത് കളഞ്ഞു. പ്രിയമുള്ളവര്, അവൻ 30 വെള്ളിക്കാശ് സമാധാനം കൊടുത്തില്ല. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ലോകസുഖം എന്ത് തരും, ആത്മക്ലേശം അതിന്റെ ഫലമെന്നാ പറയുന്നത്. ലോകസുഖത്തിന് നമുക്കൊന്നും തരാൻ കഴിയുകയില്ല. ആത്മക്ലേശമാണ് ഈ ലോകസുഖത്തിന്റെ പരിണിത ഫലം. നിങ്ങൾക്ക് സന്തോഷം തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരെല്ലാവരും നാളെ നിങ്ങൾക്ക് തരുന്നത് ദുഃഖമാണ്. അപ്പനും അമ്മയും സ്നേഹിച്ച് ലാളിച്ച് പോറ്റി വളർത്തിയ മക്കൾക്ക് അപ്പനും അമ്മയും കിടക്കയിലാകുമ്പോ പലരും പറയുക, അയ്യോ വലിയ പാടാ ഇത് നോക്കാനായിട്ട്, ഞങ്ങൾക്ക് വയ്യ. മൂത്തമോൻ പറയും ഇളയമോ നോക്കട്ടെ, ഇളയമോൻ പറയും മൂത്തമോ നോക്കട്ടെ. നമ്മുടെ കാലത്ത് വയസ്സാം കാലം വരെ ഒന്നും പോകില്ല, അതിനു മുമ്പേക്ക് പണി പാളിക്കുമല്ലോ തോന്നണേ. അങ്ങനെ കാലഘട്ടത്താ. ഞാൻ ഒരു 5 വർഷം മുമ്പ് ഈ നെല്ലിക്കാമല സൈഡില് ഒരു മരണ വീട്ടിൽ പോയി. ഒരു പയ്യൻ, അവനൊരു 19 വയസ്സ് വരും. അവൻ ആത്മഹത്യ ചെയ്തു. എന്തിനെന്നറിയാവോ? അവന് ബൈക്ക് വാങ്ങിക്കൊടുത്തില്ല. നിങ്ങൾക്കറിയാവോ, ആ വീട്ടിൽ അവനെ കുഴിച്ചിടാനായിട്ട് സ്ഥലമില്ലായിരുന്നു. ഒരു പാറപ്പുറത്ത് അവരാ വീട് വെച്ചിരിക്കുന്നത്. ഒരു പാറപ്പുറത്ത് വെച്ചിരിക്കുന്ന വീട്. ആ വീടിന്റെ ഒരു അറ്റത്തൊരു ഇച്ചിരി സ്ഥലം, മണ്ണുള്ള സ്ഥലം, ഇച്ചിരി മാത്രം. അത് തോണ്ടിയാലൊരു കുഴി ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഹോളോ ബ്രിക്സൊക്കെ കൊണ്ട് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ആ വീടിനോട് ചേർന്ന് ഒരു കല്ലറ അവൻ ഒരുക്കി. ഈ പാറപ്പുറം വിറ്റ് ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിനാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഈ അടുത്ത കാലത്ത് വെള്ളറുടെ കണ്ടില്ലേ, അപ്പൻ മകനെ വെട്ടിക്കൊന്നു. ഇങ്ങനെ നാം സ്നേഹിച്ചു വളർത്തുന്നതൊക്കെ നമുക്കെതിരെ തിരിയുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ശാശ്വതമായുള്ള പാറയുടെ പേര് ക്രിസ്തു എന്ന്. ഈ കാലഘട്ടങ്ങളിൽ മക്കളിലേക്ക് പ്രതീക്ഷ വയ്ക്കരുത്, ഭാര്യയിൽ പ്രതീക്ഷ വയ്ക്കരുത്, ഭർത്താക്കന്മാരിൽ പ്രതീക്ഷ വയ്ക്കരുത്, സമ്പത്തിൽ പ്രതീക്ഷ വയ്ക്കരുത്. നിന്റെ പ്രതീക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ ആയിരിക്കണം. യൂദായുടെ പ്രതീക്ഷ 30 വെള്ളിക്കാശിലായിരുന്നു. ആ 30 വെള്ളിക്കാശ് അവനെ മരണത്തിലേക്ക് കൊണ്ടുപോയി. ലോകത്തിനെ കുറിച്ചുള്ള ഇഷ്ടം, ലോകത്തെ കുറിച്ചുള്ള ആഗ്രഹം നമ്മെ എവിടേക്കേ കൊണ്ടുപോകുകയുള്ളൂ? ദ്രവ്യാഗ്രഹം നമ്മെ എവിടേക്കേ കൊണ്ടുപോകുകയുള്ളൂ? മരണത്തിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിലും വലിയ ദോഷമെന്ന ബൈബിൾ പറയുന്നത്. യൂദ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തവൻ പത്രോസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ പറ. ഉറക്കം വന്നെന്നറിയാം, ഞാൻ ഇപ്പൊ നിർത്താം. രണ്ടാമത്തവൻ പത്രോസ്. പത്രോസ് യേശുവിനോട് വീരവാദമൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞേ? കർത്താവേ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ എന്നെ തള്ളി പറയുകയില്ല. ഇപ്പൊ കർത്താവ് എവിടെയാ? ആ സന്നിധി സംഘത്തിന്റെ മധ്യ നിൽക്കുകയാണ്. പത്രോസ് എവിടെയാ? കർത്താവിൽ നിന്ന് കുറേ അകലെ മാറി നിൽക്കുകയാണ്. ഒരു കൊച്ചു പെൺകുട്ടി അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെയുള്ളവനായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ വാക്കിന് പത്രോസ് പറഞ്ഞു, ഇവനെ ഞാൻ അറിയുന്നില്ല. എന്താ കാരണം? എന്തുകൊണ്ടായിരിക്കും പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞത്?
യേശു ഉണ്ടായിരുന്നപ്പോ പത്രോസ് ചെയ്തൊരു പ്രവൃത്തി നിങ്ങൾക്ക് അറിയാമല്ലോ. യേശുവിനെ പിടിക്കാൻ വന്ന മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി അവൻ വെട്ടിക്കളഞ്ഞു. അത്രയ്ക്ക് ധൈര്യമുള്ളവൻ. എന്നാൽ യേശു ഇല്ലാത്തപ്പോൾ തള്ളി പറയുന്നത് എന്തുകൊണ്ടാ? പ്രിയമുള്ളവരെ, യേശു ഇല്ലാത്ത നമ്മുടെ ജീവിതയാത്രകൾ പരാജയമാണ്. യേശു ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ ചെയ്യാമെന്ന് വീരവാദം മുഴക്കിയാലും, എത്ര നല്ലവനായിട്ട് ജീവിക്കാമെന്ന് ആഗ്രഹിച്ചാലും അത് വെറുതെ നടക്കാൻ പറ്റത്തില്ല. ആദ്യം അതുകൊണ്ട് അവൻ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണ്ടേ? കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. കർത്താവുള്ളവരായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. തുടർന്നിതാ കർത്താവിനെ കന്നാവിന്റെയും അയ്യപ്പാവിന്റെയും പീലാത്തോസിന്റെയും ഹെറോദ അന്തിപ്പാസിന്റെയും കോടതികളിൽ കുറ്റാരോപിതനായി നിർത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അനേക സാക്ഷികൾ കർത്താവിനെ വിധിച്ചു. ആരും കർത്താവിൽ ഒരു കുറ്റവും കണ്ടില്ല. അവർ പല കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കാൻ നോക്കി, പക്ഷെ ഒരു കുറ്റങ്ങളും കർത്താവിന്റെ ജീവിതവുമായി മാച്ച് ആയില്ല. ഒടുവിൽ പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, ഈ ഉത്സവത്തിന്റെ നാളിൽ ഒരുവനെ വിട്ടയക്കുക പതിവുണ്ട്. ഇവിടെ കൊലപാതകിയായ കള്ളനായ ഒരുവനുണ്ട്, ബറബാസ്. അവൻ ഭീകരനാണ്. അവൻ തെരുവോരങ്ങളിൽ ആക്രമണം അഴിച്ചുവിടുന്നവനാണ്, ക്രമസമാധാനത്തെ തകർത്തവനാണ്. നിങ്ങൾക്ക് ഈ ബറബാസിനെ വേണമോ യേശുവിനെ വേണമോ? പീലാത്തോസ് ഇങ്ങനെ ചോദിക്കാനൊരു കാര്യമുണ്ട്. അവന്റെ ഭാര്യ അവനൊരു കത്തെഴുതി, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, എങ്ങനെയെങ്കിലും യേശുവിനെ ഈ ക്രൂശ മരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പീലാത്തോസിന് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അന്നുള്ളതിൽ ഏറ്റവും കൊടും കുറ്റവാളിയായ ബറബാസിനെ യേശുവിനൊപ്പം സമപ്പെടുത്തി ചോദിച്ചു, ഈ രണ്ട് ചോയ്സുകളിൽ എന്ത് വേണം? ആ ജനം ആർത്ത് വിളിച്ചു, ഞങ്ങൾക്ക് ബറബാസിനെ മതി. ഇന്ന് സഭകളിൽ സമൂഹങ്ങളിൽ ഉയർന്നത് ബറബാസ് വിളികളാണ്. യേശുവിന് വേണ്ടിയുള്ള വിളികളല്ല, അധികാരത്തിന് വേണ്ടിയുള്ള വിളികളാണ്, സമ്പത്തിന് വേണ്ടിയുള്ള വിധികളാണ്, തന്റെ പേരുയർത്താൻ വേണ്ടിയുള്ള വിളികളാണ്. പ്രിയമുള്ളവരെ, ഈ ബറബാസ് വിളികൾ അവസാനിക്കാതെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രിസ്തുവിൽ പണിയാൻ നമുക്ക് കഴിയുകയില്ല. എന്ന് ഈ ബറബാസിനെ വിടാൻ നാം തയ്യാറാകുന്നു, എന്ന് ക്രിസ്തുവിനെ വായു തുറന്ന് നാം വിളിക്കാൻ തയ്യാറാകുന്നു, അന്ന് ഈ ആത്മീയ സമൂഹം അനുഗ്രഹിക്കപ്പെടാനിടയാണ്. അതുകൊണ്ട് ബറബാസ് വിളികൾ സഭകളിൽ അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു. ബറബാസ് അധികാരമാകാം, ജഡത്തോടുള്ള മോഹമാകാം, അധികാരമോഹമായിരിക്കാം, സ്വാർത്ഥതയായിരിക്കാം. എന്തായാലും പ്രിയമുള്ളവരെ, നിങ്ങൾ എനിക്കത് മതി എന്ന് പറയുന്ന ബറബാസിനെ ഒഴിവാക്കാൻ തയ്യാറാകണം. ഒരിക്കൽ ഒരു കോളേജിൽ ഒരു പെൺകുട്ടി, അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പെൺകുട്ടി പറഞ്ഞു, HM പറഞ്ഞു, പ്രിൻസിപ്പലിനോട് പറഞ്ഞു, എനിക്ക് ഇവനെ മതി, ഞാൻ ഇവനോടൊപ്പമേ പോവുകയുള്ളൂ. എല്ലാവരും പറഞ്ഞു നോക്കി, അവൾ പറയില്ല, ഞാൻ ഇവനോടൊപ്പമേ പോവുകയുള്ളൂ. മകളെ, ഇപ്പോഴും നിനക്ക് അവസരമുണ്ട്, ഇത് നിന്റെ ജീവിതത്തെ നിനക്ക് തിരിഞ്ഞു ചിന്തിക്കാനുള്ള സമയമാണ്. നീ നന്നായിട്ടൊന്ന് ആലോചിച്ചേ. അവൻ മദ്യപിക്കും. അപ്പോൾ ചോദിച്ചു, ദേശമൊന്ന് മദ്യപിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? ദേശമൊന്ന് മദ്യപിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അവിടെയും തീർന്നില്ല. പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനും ഉപദേശിച്ചു, ഒരു രക്ഷയുമില്ല. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒരു മുഴുക്കുടിയനായ, ഭവനത്തിന് യാതൊരുവിധ ചെലവും കൊടുക്കാത്ത, ഒരു ദുഷ്ടത മാത്രം പ്രവർത്തിക്കുന്ന ഒരുവനോടൊപ്പം അവളുടെ ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും അസ്തമിച്ച് അവൾക്ക് ജീവിക്കേണ്ടി വന്നു. ഞാൻ കേൾക്കാനിടയായത്, ചില രാത്രികൾ മദ്യപിച്ച് മതോന്മത്തനായി ഇവൻ അവളെ രാത്രിയാമങ്ങൾ വീടിന് പുറത്താക്കി കതവടക്കി. ഇവൾ അകത്ത് മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ വളരെ വേദനയോടെ പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. ബഹളം വയ്ക്കാൻ നിവൃത്തിയില്ല. പലപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് തിരിച്ചു വരാനാകാത്ത വലിയ അപകടങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ബറബാസ് മതി എന്ന വിളികളെ നാം ഒഴിവാക്കണം. കർത്താവായ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയണം. ഒന്നുറക്കെ പറഞ്ഞാട്ടെ, കർത്താവായ യേശുവേ ഇതിലേക്ക് വരണമേ. അയ്യോ, ഇങ്ങനെ പറഞ്ഞ കർത്താവ് എണീക്കുകയില്ല, കാറ്റും കടലും ശാന്തമാവുകയില്ല. ഒന്നുറക്കെ പറ, കർത്താവായ യേശുവേ എന്നിലേക്ക് വരണമേ, കർത്താവായ യേശുവേ എന്നിലേക്ക് വരണമേ, കർത്താവായ യേശുവേ എന്നിലേക്ക് വരണമേ. ഇങ്ങനെ തന്നെ പറയണം. ഇത് നമ്മുടെ കർത്താവിന്റെ നാമമാണ്. ഈ നാമം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ്. കർത്താവായ യേശുവേ. നിങ്ങൾ എപ്പോഴും ഈ പ്രാർത്ഥന ഇങ്ങനെ വർച്ചുകൊണ്ടിരുന്നാവും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണാം. കർത്താവായ യേശുവേ എന്നിലേക്ക് വരണമേ. ഒരു ചെറിയ പ്രാർത്ഥന പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ജനം ആരെ തിരഞ്ഞെടുത്തു?
ബറബ്ബാസിനെ തിരഞ്ഞെടുത്തു. അവർ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിക്കാമെന്ന് ആഗ്രഹിക്കുക. ക്രൂശിലെ യേശുവിന്റെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് വരച്ചു കാണിച്ചു തരാം. ക്രൂശിലെ യേശുവിന്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു കലാകാരന് വരയ്ക്കാൻ കഴിയാത്ത വണ്ണം വികൃതമായിരുന്നു വേദപുസ്തകം പറയുന്ന കർത്താവിന്റെ പിക്ചർ. ബൈബിൾ പഠിപ്പിക്കുന്ന ക്രൂശിതന്റെ പിക്ചർ ഇന്നോളം ഒരു കലാകാരനും വരച്ചിട്ടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നു: അവന് രൂപഗുണമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി ഈ കന്നാബിന്റെയും കയ്യപ്പാവിന്റെയും പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും ഒക്കെ മുമ്പ് നിർത്തിയിട്ട് കർത്താവിനെ അവർ കെട്ടിയിട്ട്, ഒരു തൂണിന്മേൽ കെട്ടിയിട്ട്, കർത്താവിന്റെ മുഖത്ത് ഈ റോമൻ സൈന്യത്തിന്റെ പടയാളിയുടെ കൈ എന്ന് പറഞ്ഞാൽ അത് ഉരുക്കിന്റെ ബലമുള്ള കൈയാണ്. ഈ കൈ കൊണ്ട് കർത്താവിന്റെ കണ്ണ താഞ്ഞടിക്കും. അപ്പൊ ഈ ചെവി പൊട്ടിപ്പോകുമാറുള്ള വേദന നിങ്ങൾക്കറിയാലോ. ചെവി മേലെ ഈ കൈ മടക്കി അടിച്ച എന്ത് ചെയ്യും? ഇപ്പുറത്തെ ചെവിന്ന് ബ്ലഡ് വരും. ആ രീതിയിലുള്ള അടിയ കർത്താവിന്റെ കന്നത്ത് കൊണ്ടുവന്നു. ചിലരൊക്കെ കണ്ണ് കെട്ടിയിട്ട് നമ്മുടെ കർത്താവിനോട് പറയുന്നു, ഈ പിക്ചറിലോട്ട് നടന്ന് വരിക, കണ്ണ് കെട്ടിയിട്ട് കർത്താവിനെ ഇടിച്ചിട്ട് പറയുക, തുപ്പിയിട്ടൊക്കെ പറയുക, ആരാ എന്നെ തല്ലി എന്ന് പറ, നീ പ്രവാചകനല്ലേ, പ്രവചിക്കുക. ചിലർ അവരുടെ വായിൽ നിന്ന് കാർക്കിച്ച കട്ട കഫം കർത്താവിന്റെ മുഖത്ത് തുപ്പുന്നുണ്ട്. ആരായി മുമ്പ് നിൽക്കുന്നത്? ഒരു അടിമയാണോ? പ്രാണപ്രിയനായ എന്റെയും നിങ്ങളുടെയും ദൈവം, നമ്മുടെ അപ്പനാ മുമ്പ് നിൽക്കുന്നത്. കാർക്കിച്ച് തുപ്പുകയാണ്. എന്നിട്ടുണ്ടല്ലോ, ഈ തൂണിമേ കെട്ടിയിട്ടിട്ട് ഈ പടയാളി, കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളി, ഇരുമ്പിന്റെ കഷ്ണങ്ങളും ഈയക്കട്ടകളും ചേർത്ത് കെട്ടിയ ചാട്ടവാറുകൊണ്ട് അവന്റെ ശരീരത്തിലെ ആ സർവശക്തിയും എടുത്ത് നമ്മുടെ കർത്താവിന്റെ ശരീരത്തിൽ ആഞ്ഞ് പ്രഹരിക്കുമ്പോണ്ടല്ലോ, ഈ ചാട്ട കൊണ്ട് ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് അടിക്കുമ്പോ ഈ ചാട്ട ഇങ്ങനെ കറങ്ങി നേരെ ഈ മുതുകിന്റെ ഭാഗത്ത് വരും. വന്നിട്ട് ഈ ഈയക്കട്ടകൾ ചൂണ്ട പോലെ ഇരിക്കുന്നത്, ഈ ചൂണ്ട പോലെ ഇരിക്കുന്ന ഈയക്കട്ടകൾ നമ്മുടെ കർത്താവിന്റെ മുതുകിന്മേൽ ആഴ്ന്നിറങ്ങിയിട്ടവൻ ഇതിനെ ഇങ്ങനെ ഉന്നിയൊരു പിടിക്കുന്ന സമയത്ത് ഈ മാംസം അസ്ഥിയിൽ നിന്ന് പറഞ്ഞിളയിപ്പോരും. മാംസം ഇതിന്ന് പറഞ്ഞിളയിപ്പോരും, അസ്ഥിയിൽ നിന്ന് പറഞ്ഞിളയിപ്പോരും. ചെറിയ വേദനയാണോ? കഠിനമായ വേദനയാ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത്. എന്തിനാ ഈ മാംസം പറഞ്ഞിളയത്? നമുക്ക് വേണ്ടി അവിടുത്തെ ശരീരം നുറുക്കപ്പെടുകയാണ്. തീർന്നില്ല. അവിടുത്തെ ഒരു കിടങ്ങിൽ, യെരൂശലേമിൽ ഒരു കിടങ്ങിൽ തമ്പുരാനെ തലകീഴായി കെട്ടിയിട്ട് അവിടത്തിന്റെ പാദത്തിന്റെ തൊലി മുഴുവൻ അവർ അടിച്ചു പൊട്ടിച്ചു. പാദത്തിന്റെ തൊലി മുഴുവൻ അവർ അടിച്ചു പൊട്ടിച്ചു. ഇപ്പൊ പാദം പൊട്ടി പാദത്തിന്റെ അടിപ്പാദത്തിൽ തൊലിയില്ല. ഇവർ ആക്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്, നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്, നീണ്ടു നിവർന്ന താടി ഉണ്ടായിരുന്നു എന്നാ ജോസിഫോസ് പോലുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. നീണ്ട താടി ഉണ്ടായിരുന്നു. ഈ റോമൻ സൈന്യത്തിന്റെ പ്രത്യേകത, ഇവർ ഉന്മാദികളായിരുന്നു. ഉന്മാദിയായ ഭ്രാന്തനായ ഒരു സൈനികൻ ഈ കർത്താവിന്റെ താടി മീശ തന്റെ വിരലുകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവനിങ്ങനെ ചുറ്റിയിട്ട് ആഞ്ഞൊരു വലിയ ഈ താടി വലിച്ചു പറിക്കുമ്പോൾ മുഴുവൻ താടിയോടൊപ്പം കോവളത്തമുള്ള വെളുത്തു തൊടുത്ത നമ്മുടെ തമ്പുരാന്റെ താടിയാകെ താടിയുടെ തൊലിയോടുകൂടെ ഇത് പറഞ്ഞു പോകുന്നു എന്നാ പറയുന്നത്. ഇത് കണ്ടിട്ട് ഭയങ്കര കയ്യടിയും ആരവാ. ഒരു മനുഷ്യന്റെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു സമൂഹം മറ്റൊരുവൻ ഇതിൽ പ്രചോദിതനായി ഓടി വന്ന് അവിടുത്തെ മീശ ചുറ്റിപ്പിടിച്ച് അത് ഉന്നിപ്പറിച്ചു. അങ്ങനെയെങ്കിൽ ഇപ്പൊ നമ്മുടെ കർത്താവിന്റെ രൂപം നിങ്ങളൊന്ന് മനസ്സിൽ ധ്യാനിച്ചേ. അവിടുത്തെ താടി മുഴുവൻ പറഞ്ഞുപോയി, അവിടുത്തെ മേൽചുണ്ട് പറഞ്ഞുപോയി. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, അവന് രൂപഗുണമില്ല, അവന് മനുഷ്യക്കോല നഷ്ടപ്പെട്ടു പോയി, അവന് കോമളത്വം നഷ്ടപ്പെട്ടു പോയി. കണ്ടാൽ അറയ്ക്കും വിധം, കണ്ടാൽ ആഗ്രഹിക്കാൻ കഴിയാത്ത വിധം എന്ന് പറഞ്ഞാൽ കണ്ടാൽ അറയ്ക്കുന്ന വിധം, പേടി തോന്നുന്ന വിധം നമ്മുടെ തമ്പുരാനെ അവർ വികൃതമാക്കി എന്ന് പറയും. അവിടെ നിന്ന് പ്രിയമുള്ളവരെ, തന്റെ ശരീരത്തെക്കാൾ 3 മടങ്ങ് ഭാരമുള്ള പച്ചമരം അവന്റെ ചുമലിന്മേൽ എടുത്തു വെച്ച് ഈ പാദത്തിന്മേൽ തൊലിയില്ലാത്ത പച്ച മാംസം നിലത്ത് ചവിട്ടി തമ്പുരാൻ ഗൊൽഗൊഥായിലേക്ക് നടന്നു നീങ്ങി. പച്ച മാംസം, മനസ്സിലായോ കാര്യം എന്താണെന്ന്? കാലിന്റെ അടിഭാഗം ഉണ്ടല്ലോ, പാദത്തിൽ തൊലിയില്ലാന്ന്, തൊലി മുഴുവൻ അടിച്ചു പറിച്ചു കളഞ്ഞു. അപ്പോൾ ഈ ഗോൽഗൊഥായിലേക്കുള്ള യാത്രയിൽ നടന്നു പോകുന്ന വഴിയുടെ കല്ലും മണ്ണും
തമ്പുരാന്റെ പച്ച മാംസത്തിലേക്ക് കുത്തിക്കയറുമ്പോൾ പ്രാണൻ ചങ്കിലേക്ക് ഇടിച്ചു കയറുന്ന വേദന താങ്ങാനാകാതെ ഈ പ്രാണനാഥൻ തന്റെ കാലിന്റെ വിരലുകൾ ഈത്തു വെച്ച് വിരല് മടക്കി മുൻപോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നഖം ഈ പാറകളിൽ തട്ടി തമ്പുരാന്റെ നഖങ്ങളൊക്കെ പറഞ്ഞു പോകും. ഒരു നഖം ഒന്ന് കല്ലേ തട്ടി പറഞ്ഞാലുണ്ടാകുന്ന വേദന നമുക്കറിയാം. കാലിന്റെ പാദത്തിന് തൊലിയില്ല, 10 നഖങ്ങൾ മടർന്നു പോയി, മുതുക് മുഴുവൻ മാന്തി പറിച്ചതുപോലെ ഈ തോരന് ക്യാബേജ് കൊത്തും പോലെ കൊത്തി നുറുക്കി വച്ചിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ക്രൂശിത രൂപത്തിൽ അവിടെയും ഇവിടെയും ഓരോ ചുവന്ന വരകൾ മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവര്. അങ്ങനെയല്ല, ഇഞ്ചിഞ്ചായി നുറുക്കിയ ശരീരവുമായിട്ട് ക്ഷീണിച്ചവശനായ തമ്പുരാൻ കാൽകുത്തായിലേക്ക് തന്റെ ശരീരത്തെക്കാൾ ഭാരമുള്ള പച്ചവരവും ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. അവിടെ എത്തിയ നമ്മുടെ തമ്പുരാനെ അവിടുത്തെ ക്രൂശോട് ചേർത്ത് വെച്ച ശേഷം നമുക്കറിയാം 4 മീറ്റർ നീളമുള്ളൊരു മുൾച്ചെടി. ഈ മുൾച്ചെടി കൊണ്ടുവന്നിട്ട്, ഈ മുൾച്ചെടിയെ പറ്റി അറിയാവോ? സംഭവം അറിയാവോ? ഈ മുൾച്ചെടിയെ പറ്റി പറയുന്നത്, ഇതിന്റെ ഒരു മുള്ളിന്റെ അഗ്രം ഒരു മനുഷ്യന്റെ ദേഹത്ത് കൊണ്ടാൽ ഈ പഴയ കാലത്തെ തേള് കടിക്കുന്ന വേദനയെന്നാ. 48 മണിക്കൂർ ആ വേദന മാറില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഉഗ്രവിഷമുള്ള മുള്ള്. 4 മീറ്റർ നീളമുള്ള ഈ മുൾച്ചെടിയെ ചുറ്റി അതിന്റെ 2-4 സെന്റിമീറ്റർ നീളമുള്ള മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ മുൾക്കിരീടത്തെ തമ്പുരാന്റെ തലമേൽ വെച്ചിട്ട് ഒരു പലക എടുത്തിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ഇതിന്റെ കൂർത്ത മുള്ളുകൾ തമ്പുരാന്റെ നെറ്റിത്തടത്തെ തുളച്ച് കണ്ണിലൂടെയും തന്റെ തലച്ചോറിലൂടെയും ഒക്കെ ഇത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഞാനും നിങ്ങളും തമ്പുരാൻ തെറ്റ് ചെയ്തിട്ടാണോ? പ്രിയമുള്ളവരെ, ഈ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ഒരുപാട് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമ്മുടെ അപ്പന്റെ തലച്ചോറിലേക്ക് കൂർത്ത വിഷമുള്ള പ്രാണൻ പിടയ്ക്കുന്ന മുള്ളുകളായിട്ടിറക്കി. ഞാനും നിങ്ങളും കാണാൻ പാടില്ലാത്തത് പലതും കണ്ടിട്ടുണ്ട്. അതിന് പകരമായി അവിടുത്തെ കണ്ണിലേക്ക് ആ മുള്ളുകൾ ആഴ്ന്നിറങ്ങി. ഞാനും നിങ്ങളും കേൾക്കാൻ പാടില്ലാത്തത് പലതും കേട്ടിട്ടുണ്ട്. അതിന് പകരമായി അവിടുത്തെ കന്നത്തെ അവർ അടിച്ച് തകർത്തു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞിട്ടുണ്ട്. അതിന് പകരമായി അവരുടെ വാ അറിയാനാകാത്ത വിധം വികൃതമാക്കപ്പെട്ടു. എല്ലാം എനിക്ക് വേണ്ടി. നമ്മുടെ കർത്താവിനെ പറ്റി വചനം പറയുന്നത് എങ്ങനെയാ? പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. ഇനി ഈ ക്രൂശീകരണം കൊണ്ടുവന്നത് പേർഷ്യക്കാരാണ്. പേർഷ്യക്കാരെന്ന് റോമർക്കാർ അത് അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ ക്രൂശീകരണത്തിന്റെ പ്രധാനമായ രീതി, ക്രൂശിക്കുന്നവന്റെ രക്തം മണ്ണിൽ വീണ്ടുകൂടാ. ക്രൂശിതന്റെ രക്തം മണ്ണിൽ വീണ്ടുകൂടാ. അപ്പോൾ തികഞ്ഞ അരാജകത്വത്തിലൂടെയാണ് കർത്താവിനെ ക്രൂശി. കർത്താവ് നീതിമാനാണെന്നറിയാം. പാപിയുടെ രക്തം മണ്ണിൽ വീണ മണ്ണ് കളങ്കപ്പെടുമെന്നറിയേ നീതിമാനായ ക്രിസ്തുവിന്റെ നീതിയുടെ രക്തത്തെ അവർ മണ്ണിലേക്ക് ഒഴുക്കി. 5000-ത്തിലധികം മനുഷ്യന്മാരെ റോമൻ സർക്കാർ ക്രൂശിലേറ്റിയിട്ടുണ്ട്. പക്ഷെ ആരെയും ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടില്ല, ആരുടെയും പാദത്തിന്റെ തൊലി പൊളിച്ചിട്ടില്ല, ആരെ കൊണ്ടും ക്രൂശി ചോപ്പിച്ചിട്ടുമില്ല. കർത്താവിനെ കൊണ്ട് മാത്രമേ ഇത്രയും ക്രൂരതകൾ ചെയ്തുള്ളൂ. ഈ ക്രൂശീകരണത്തിന്റെ രീതി പറഞ്ഞു തരാൻ, ഈ പച്ച മരത്തിന്മേൽ മനുഷ്യനെ ഇങ്ങനെ കിടത്തിയിട്ട് കർത്താവിന്റെ എവിടെയാ അവർ ആണിയടിച്ചത്? എവിടെയാ? പറ അപ്പൊ ഉറക്കം പോകും. എവിടെയാ? ഇവിടെ ആണോ? കർത്താവിന്റെ കൈക്കണ്ണയിൽ ആണിയടിച്ച്, അല്ലെങ്കിൽ ഊർന്നു പോകും. ഈ കൈക്കണ്ണയിൽ നമുക്കിവിടെ ലിഗമെന്റിനൊക്കെ ഒരു വലിവ് വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ. ഈ കൈക്കണ്ണയിൽ ആണി അടിക്കപ്പെട്ടവനായിട്ട് കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാ. അപ്പൻ ക്രൂശില് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. തുടർന്ന് കാലിൽ എവിടെ അടിച്ചത്? കാലിന്റെ കണ്ണയില. കാലിന്റെ ഈ ജോയിന്റ് ഉണ്ട്, നമ്മൾ ഈ പാദവും ഈ ബോണുമായിട്ട് ചേർന്ന് വരുന്ന ഭാഗം. ഒരു കാലിനെ മറ്റേ കാലിന്റെ ഉപ്പൂറ്റിയെടുത്ത് അതിന്റെ പുറത്ത് വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ ആണി അടിച്ച് ഒന്നാമത്തെ കാലിലൂടെ ആഴ്ന്നിറങ്ങി രണ്ടാമത്തെ കാല് വഴി പച്ച മരത്തിലേക്ക് ഈ ആണി ആഴ്ന്നിറങ്ങി. അതികഠിനമായ വേദന. ഇനി ഒരു മനുഷ്യന് അത്രയും ക്രൂരമായ വേദനയിലൂടെയാണ് നമ്മുടെ തമ്പുരാൻ കടന്നുപോയത്. ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ അവൻ അക്കുഴിയിലേക്ക് ഇറക്കി ആ ക്രൂശിനെ നാട്ടുകയാണ്. 33.5 വയസ്സുകാരനായ മകൻ പെറ്റമ്മയുടെ മുൻപിൽ ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ വിവസ്ത്രനായി ക്രൂശിൽ കിടക്കുന്നു. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ച്, കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടി സംസാരിക്കാൻ അവൻ സൗഖ്യമാക്കിയ മുടന്തൻ വന്നില്ല.
നമ്മുടെ കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ അവൻ സൗഖ്യമാക്കിയ കുഷ്ഠരോഗി വന്നില്ല. അവൻ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത പാപിനിയായ സ്ത്രീ വന്നില്ല. ഒന്ന് ഹൃദയ കണ്ണുകളിൽ നിന്ന് കണ്ടാട്ടെ. പ്രിയമുള്ളവരെ, അവൻ സ്നേഹിച്ച ശിഷ്യന്മാരും ആരും അവന്റെ അരികിലായിരുന്നു. അവൻ അപ്പം പകുത്തു നൽകിയവരും അവനോടൊപ്പമില്ല. അവന്റെ അത്ഭുതങ്ങൾ കണ്ടവരും അവന്റെ വചന സത്യങ്ങൾ അറിഞ്ഞവരും ആരും അവനോടൊപ്പം ചേർന്നില്ല. എല്ലാവരും അവനെ വിട്ടകന്നുപോയി. ആരെങ്കിലും സ്വന്തമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. കഷ്ടതയുടെ നാടിൽ എല്ലാവരും അകന്നു പോകും. നമുക്ക് സ്വന്തം നമ്മുടെ കർത്താവ് മാത്രമാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ എല്ലാവരും ലൈവിലൊന്നും മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ ഈ ലോകത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ രോഗത്തെപ്പറ്റി ഭർത്താവിനോട് പറയരുത്. നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ രോഗത്തെപ്പറ്റി ഭർത്താവിനോട് പറയരുത്, ഭാര്യയോട് പറയരുത്. പരസ്പരം കഷ്ടതകൾ പറഞ്ഞു കഴിഞ്ഞു കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾ ബലഹീനനാകുമ്പോൾ നിങ്ങളെ ചപ്പെന്നും ചവറെന്നും ആരുണ്ട്? പ്രിയപ്പെട്ടവര് എണ്ണം. നമ്മുടെ ബലഹീനതകൾ ഏറി വരുമ്പോൾ, ആദ്യ കാലത്തൊക്കെ നമ്മളെ പൊക്കിക്കൊണ്ടൊക്കെ നടക്കും ഒരുപാട് പേർ. ബലഹീനതകൾ ഏറി വരുമ്പോൾ നമ്മ ആർക്ക് വേണ്ടാത്തവരായിട്ട് മാറുന്നേ. കർത്താവ് തന്റെ കഷ്ടതയുടെ നിമിഷത്തിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീക അനുഭവം ആർക്കുണ്ടാവണം? നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾക്ക് സ്വന്തം നിങ്ങളും നിങ്ങളുടെ ദൈവവും മാത്രം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്തിലുള്ളതൊക്കെ. ഇതൊക്കെ നിങ്ങൾ വിട്ടിട്ട് പോകും. മരണമെന്ന വാതിനപ്പുറത്ത് ഇവരാരും വരൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 4-ാമത്തെ ദിവസം പൊറോട്ട ഇറച്ചിയും കൊടുത്ത് ഇവർ ആഘോഷിക്കും, ഇല്ലേ? ഇതാണ് ലോകം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സ്വന്തം കർത്താവ് മാത്രമാണ്. ഒറ്റയ്ക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ എൻ്റെ ചിന്തകളെ അവസാനിപ്പിക്കട്ടെ. ഇതാ പെറ്റമ്മയുടെ മുൻപിൽ മകൻ വിവസ്ത്രനായി കിടക്കുകയാണ്. നമുക്ക് വേണ്ടി അവന് വസ്ത്രം നഷ്ടപ്പെട്ടു, മാനം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, അവൻ അപമാനിതനായി മാറി. പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്തത് ഞാനും നിങ്ങളുമാണ്. എന്നാൽ ക്രൂശിൽ കിടക്കുന്നത് കർത്താവാണ്. അവൻ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ്. 5000-ത്തിലധികം പേർ ക്രൂശിൽ മരിച്ചു. അവരാരും ചരിത്രത്തിൽ അറിയപ്പെട്ടില്ല. എന്നാൽ ഒരാളുടെ മരണം മാത്രം ചരിത്രം രേഖപ്പെടുത്തി. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമാണ്. കാരണം അവൻ സർവ്വലോകത്തിന്റെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചത്. പ്രവാചകന്മാർക്ക് കൊടുക്കാൻ കഴിയാത്ത പാപവിമോചനം, നോഹയുടെ കാലത്തെ പ്രളയത്തിലൂടെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത വിമോചനം, പ്രിയമുള്ളവരെ, അത് ക്രിസ്തുവിലൂടെ സാധ്യമായി. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുകയും ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതമുണ്ട്. ക്രൂശിലെ 7 മൊഴികളെ എന്നൊന്ന് വായിച്ചു മാത്രം പോവുകയാണ്. 1-ാമത്തെ മൊഴി, അപ്പൻ ക്രൂശിൽ കിടന്നിങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നാം ചെയ്യുന്നത് എന്തെന്ന് നാം അറിയുന്നില്ല. സ്വയം മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്വയം അറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വരണം. എനിക്ക് എന്നെ അറിയാൻ കഴിയണം, എനിക്ക് എൻ്റെ മക്കളെ അറിയാൻ കഴിയണം, എനിക്ക് എൻ്റെ ഭർത്താവിനെയും ഭാര്യയും എൻ്റെ സഭയും എൻ്റെ ശുശ്രൂഷകനെയും എൻ്റെ ജനത്തെയും എൻ്റെ സമൂഹത്തെയും അറിയാൻ കഴിയണം. അങ്ങനെ അറിഞ്ഞ് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാൻ കഴിയണം. കർത്താവിനെ അറിയാമായിരുന്നു. ഇവർക്ക്, ഈ ക്രൂശിച്ചവർക്ക് കർത്താവ് ആരെന്ന് അറിഞ്ഞുകൂടാ. അവൻ മെശിഹായാണെന്ന് അവർക്ക് വ്യക്തമായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും അവനെ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവേ, ഇവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് പ്രവർത്തിക്കുന്നു, അയ്യോ അറിവില്ലാത്തവരാ, ഒന്ന് ക്ഷമിച്ചു കൊടുക്കണമേ എന്ന്. നമ്മുടെ അറിവില്ലായ്മകളെ ക്ഷമിക്കുന്നവനാണ് ആര്? നമ്മുടെ ദൈവം. അറിവില്ലായ്മയുടെ കാലത്ത് ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ അത് കഴുകാൻ നിർമ്മലവും വിശുദ്ധവും വിലയേറിയതുമായ രക്തത്താൽ കർത്താവ് നമ്മുടെ മുൻപേ വന്നിട്ടുണ്ട്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നീ ആരായിരുന്നോട്ടെ, നീ ഒരു കള്ളനായിരിക്കാം, കൊള്ളക്കാരനായിരിക്കാം, പിടിച്ചുപറിക്കാരനായിരിക്കാം, കൊലപാതകയായിരിക്കാം, നീ ആരായിരുന്നാലും യേശുവിന്റെ അരികിൽ അനുതാപത്തോട് മനസ്താപത്തോട് കടന്നു വരുമെങ്കിൽ നിനക്കൊരു പുതിയ ജീവിതവും പറുദീസയും വാഗ്ദാനം ചെയ്യുന്നവനാണ് കർത്താവ്. മൂന്നാമത് അവിടുന്ന് തന്റെ അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ അമ്മ. താൻ സ്നേഹിച്ച ശിഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. പരസ്പരം രണ്ടുപേരെയും പകർന്നു കൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നിട്ടുള്ള അപ്പനെയും അമ്മയും
നമുക്ക് തന്നിട്ടുള്ള ബന്ധങ്ങളെ, നമുക്ക് തന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഉത്തരവാദിത്വത്തോടെ പരിപാലിക്കുവാൻ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പനത് ക്രൂശിലും നിർവഹിച്ചു. തന്റെ മരണത്തിന്റെ നാളിലും ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കേണ്ടുന്നവരെ ഏൽപ്പിച്ചിട്ടാണ് അപ്പൻ പോയത്. നമുക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ടപ്പെട്ടതുപോലെ കരുതുവാനുള്ള നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ കുറവുള്ളവരായിരിക്കാം, സൗന്ദര്യത്തിൽ കുറവുള്ളവരായിരിക്കാം, അറിവിൽ കുറവുള്ളവരായിരിക്കാം, ചുമ്മാ തോന്നുന്നതൊക്കെ സംസാരിക്കുന്ന വൃദ്ധരായിരിക്കാം. ക്ഷമിച്ചു കൊടുക്കണം പ്രിയമുള്ളവരെ. അവരെ ബലഹീനതകളോടെ സ്നേഹിക്കാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മണ്ടത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ഭാര്യയെ സഹിക്കാനാണ് ബുദ്ധിമാനായ ഭർത്താവിനെ ദൈവം ഒരുക്കിയത്. സമ്പത്ത് തോന്നും പോലെ വിനിയോഗിക്കുന്ന ഭർത്താവിനെ നിയന്ത്രിക്കാനാണ് ബുദ്ധിമതിയായ ഭാര്യയെ ദൈവം ഒരുക്കിയത്, അല്ലേ? വഴിപിഴിച്ചു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നല്ല അപ്പനെയും അമ്മയെ ഒരുക്കിയത്. എല്ലാം ഒന്നും ഒരിക്കലും എപ്പോഴും നന്നായി വരുമെന്ന് വിചാരിക്കരുത്. ചില കുറവുകളൊക്കെ ഉണ്ടാകും. ആ കുറവുകളോട് കർത്താവിന്റെ സന്നിധി നിൽക്കാൻ നമുക്ക് കഴിയണം. 4-ാമത്തെ മൊഴി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ക്രൂശിൽ കർത്താവ് സർവശക്തനായ ദൈവത്താൽ പോലും കൈവിടപ്പെട്ടു. അവൻ വെറും ഒരു മനുഷ്യനായിട്ടാണ്, ഒരു ദൈവിക ശക്തിയോടും അല്ല കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഒരു സാധാരണ മനുഷ്യനായിട്ട് എന്നെയും നിങ്ങളെയും പോലെയാണ് അപ്പൻ ക്രൂശിൽ മരിച്ചത്. 5-ാമത് അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഇന്നും പറയുന്നു, എനിക്ക് അക്കുടേറ്റിനെ പ്രതി ഒരു ദാഹമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെയൊക്കെ മടങ്ങി വരവിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിത്യതയിൽ നിൽക്കാൻ വേണ്ടി കർത്താവിന്റെ മുൻപിൽ നീതിമാന്മാർ നീതിയുള്ളവരായി നിൽക്കാൻ വേണ്ടി ദാഹിക്കുന്നുണ്ട്. 6-ാമതായി അവിടുന്ന് പറഞ്ഞു, നിവൃത്തിയായി. കർത്താവേ, ഈ ലോകത്തിന്റെ പാപപരിഹാരത്തിനായുള്ള ബലി ഞാനിതാ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നിവൃത്തിയായി. 7-ാമത് പറഞ്ഞു, ഇതാ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കൈകളിൽ കേൾപ്പിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ കർത്താവേ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ അധിപന്റെ കയ്യിലല്ല, എന്റെ കർത്താവിന്റെ കയ്യിലായിരിക്കുമെന്ന് ധൈര്യത്തോടെ കർത്താവിനെ പോലെ നമ്മുടെ ആത്മാവിനെ പ്രത്യാശയോടെ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഏറ്റവും കൂടുതൽ ഒറ്റ കാര്യം, കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ കർത്താവിന്റെ അരികിലേക്ക് വന്നു. അവിടെ ഒരുവൻ അവന്റെ കുന്തമന ഉപയോഗിച്ച് തമ്പുരാന്റെ വിലാപ്പുറത്തേക്ക് ആഞ്ഞുകുത്തി. അവന്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകി വന്നു. 2 കാര്യങ്ങൾ. ആ രക്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ സ്നാനം. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ ക്രിസ്തു രക്ഷിതാവാണെന്ന് ഉറച്ചുകൊണ്ട് സ്നാനം ഏറ്റവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ വീണ്ടെടുപ്പുണ്ട്. ആ വെള്ളം അവന്റെ ചങ്കിൽ നിന്ന് ഒഴുക്കിയ ജലമാണ്. അവന്റെ ചങ്കിൽ നിന്ന് രക്തം വന്നു. ആ രക്തം നാം ഈ തിരുമേശയിൽ നാം പ്രാപിക്കുന്ന അപ്പന്റെ രക്തമാണ്. ആ രക്തത്താൽ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കാര്യം, അവിടുന്ന് ക്രൂശിൽ 2 കരങ്ങളും വിരിച്ചു കിടന്നു. നമ്മെ കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി, നമ്മെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി. നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ അപ്പനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്? നിങ്ങൾ എത്ര പേർക്ക് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്? നിങ്ങൾ എത്ര പേർക്ക് സ്വന്തം ഭാര്യയെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കണമെന്നുണ്ട്? അതൊരു സ്നേഹത്തിന്റെ അടയാളമല്ലേ പ്രിയമുള്ളവരെ? അതുപോലെ നഷ്ടപ്പെട്ടില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ? അപ്പൻ മക്കളെ മാറ്റി നിർത്തുന്നു, മക്കൾ അപ്പനെ മാറ്റി നിർത്തുന്നു. എന്നാൽ മാറ്റി നിർത്താതെ കർത്താവിത 2 കൈകളും വിരിച്ചു നിൽപ്പുണ്ട്. ആ വിലാപ്പുറത്ത്, ആ മാർവിൽ നിങ്ങൾക്ക് ശരണമുണ്ട്. ഇനി ഇതാ അവിടുത്തെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് നോക്ക്. ആ ഹൃദയം പിളർക്കപ്പെട്ട ഹൃദയമാണ്. നാട്ടിലെ പല അപ്പന്മാരും മകന്റെ വീടിനോട് ചേർന്ന് മതില് കെട്ടി ഗേറ്റിട്ടടയ്ക്കുമ്പോ സർവശക്തനായ ദൈവം അല്ലേ, അപ്പൻ മകന്റെ വീടിന് നേരെ മതില് കെട്ടി കേട്ടിട്ടടയ്ക്കുമ്പോൾ, സഹോദരന്റെ വീടിന് നേരെ മതില് കെട്ടി കേട്ടിട്ടടയ്ക്കുമ്പോൾ എന്തിനത് പോകുമ്പോ കൊണ്ടുപോകും. സർവശക്തനായ ദൈവം അവിടുത്തെ പിളർക്കപ്പെട്ട വിലാപ്പുറവുമായി ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പിളർന്നൊരു ചങ്ക് നമ്മുടെ അപ്പനുണ്ട് പ്രിയമുള്ളവരെ. നാം എത്ര പേർ പോയാലും സ്വീകരിക്കാൻ പ്രാപ്തമായ ഒരു ഹൃദയം. എത്ര പേർ തയ്യാറാണ്? അത് കണ്ണുകൾ അടച്ചാട്ടെ. ഇത്രമാ സ്നേഹത്തെ എത്ര ഇത്രമാ സ്നേഹത്തെ എത്ര ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കണേ. ഈ മഹാപാപത്തെ ദൈവമേ
ഓർക്കൽ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്രൂശിന്മേ, കരങ്ങളെ ആകാശത്തിലേക്ക് ഉയർത്തി. ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. ലോകത്തെ സ്നേഹിപ്പാ സമർപ്പണത്തോടെ ഞാനിനി പോകുന്നു. ലോകത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുന്നു. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധി സമർപ്പണേ. കർത്താവേ, ഇനി ഞാൻ ആ പഴയ പാപത്തിന്റെ വഴിയെ പോവുകയില്ല. ഞാൻ ഹവ്വ പോയതുപോലെ ആ പാപത്തിന്റെ ഫലത്തെ ഭക്ഷിക്കുകയില്ല. അങ്ങ് എന്നിൽ ജീവവൃക്ഷത്തിന്റെ ഫലമായി നിറയപ്പാ. ആമേൻ. അങ്ങ് പാപത്തിന്റെ വൃക്ഷമായ നന്മ തിന്മകളുടെ വൃക്ഷമായ അത്തിയെ ശപിക്കുകയും ഗത്സമനി എന്ന ഓയിൽ പ്രസിൽ പാപത്തിന്റെ ശാപത്തിന്റെ അടയാളമായിരുന്ന ക്രൂശിൽ അങ്ങ് ജീവവൃക്ഷമായി എനിക്ക് രൂപപ്പെടുകയും ചെയ്തു. ക്രിസ്തുവേ, എന്നിൽ ജീവനായി നിറയണമേ, എന്നെ ജീവിപ്പിക്കണമേ, എന്നിൽ ആത്മാവായി നിറയണമേ. അങ്ങയെ കാണുവാനും അങ്ങയുടെ ശബ്ദം കേൾപ്പാനും അങ്ങിൽ ജീവിപ്പാനും ആത്മീകമായ ഒരു അനുഭവത്തെ എനിക്ക് തരണമേ. പ്രിയ സഭേ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ ഈ ലോകത്തിൽ ജീവിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ പ്രാണപ്രിയനാകുന്ന കർത്താവിനോടൊപ്പം 1000 നാൾ വാഴ്ചയ്ക്കായി അവൻ നമ്മെ വിളിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണ സത്തയ്ക്ക് വേണ്ടിയുള്ള കുറി അവൻ നമുക്ക് അയച്ചു. എത്ര പേർ പോകാൻ തയ്യാറാണ്? ആമേൻ. വിളക്കുമെടുത്ത് വിളക്കോടൊപ്പം എണ്ണയും എടുത്ത് അപ്പനോടൊപ്പം നിൽപ്പാൻ നാം തയ്യാറാകും. നിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തും. നിന്റെ ഹൃദയത്തെ കർത്താവിന് വച്ചു കൊടുക്കും. ദൈവമേ, ഇന്നലെ വരെ എന്നെ വേദനിപ്പിച്ച, ഇന്നലെ എന്നെ സങ്കടപ്പെടുത്തിയ ലോകത്തിന്റെ ഇൻപങ്ങളൊന്നും എനിക്ക് വേണ്ടപ്പാ. അങ്ങയുടെ കൃപ മാത്രം മതി. അങ്ങ് മാത്രം മതി കർത്താവേ. ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അത്തരങ്ങളെ തുറക്കുക പ്രിയമുള്ളവർ. യേശുവേ, അകൃത്യമായി വിളിച്ചതുപോലെ ഒന്ന് ഉറക്കെ വിളിക്കുക. യേശുവേ, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഉറക്കെ കരയുക. യേശുവേ, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഈ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങൾ അടിച്ചു തകർക്കപ്പെട്ട, അവിടുത്തെ ശരീരം ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ട, അവിടുത്തെ കണ്ണും കാതും ചെവിയും കർത്താവെ പറിച്ചെടുക്കപ്പെട്ട, അവിടെ തലയിൽ മുൾക്കീടം വയ്ക്കപ്പെട്ടതൊക്കെ എനിക്ക് വേണ്ടതാ. എന്റെ പാപങ്ങളെ അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഇതൊരു ജീവിതം എനിക്ക് തരണം. ഞാൻ ഇഷ്ടപ്പെടാത്തൊരു പഴയ കാലം അതിൽ നിന്ന് നീക്കിക്കളയണം അപ്പ. ഒരു പുതിയ മനുഷ്യനായി, പുതിയ സൃഷ്ടിയെ രൂപപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിൽ പുതിയ ജീവനുകളായി നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇവരുടെ ആത്മാവുകളിൽ അങ്ങൊരു വെളിച്ചമായി ജ്വലിക്കുന്നുകൊണ്ട് സ്തോത്രം. പല ഹൃദയങ്ങളിലും കർത്താവായ യേശുവിന്റെ അഗ്നി ജ്വലിക്കുന്നത് കൊണ്ട് ആമേ, മുൾപ്പറപ്പിൽ മോശ ദർശിച്ച ആ രൂപാന്തരത്തിന്റെ, ആ അടിമത്തത്തിന്റെ വിമോചനത്തിന്റെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് കൊണ്ട്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുത്ത് ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ സ്വതന്ത്രമാക്കുന്നത് കൊണ്ട് നന്ദി. ഓ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. കാൽവരി ക്രൂശിലൂടെ സമാധാനം നമ്മുടെ ജീവിതങ്ങളിൽ നൽകിയവനായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലായ്പ്പോഴും കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും, ആദരിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ ആദരിക്കുവാനും, സ്നേഹിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ സ്നേഹിക്കാനും, കൂട്ടിവെക്കാനല്ല,
മറ്റുള്ളവർക്കുമായി പങ്കിടുവാനും ക്രൂശിന്റെ സ്നേഹം നിങ്ങളെ പ്രചോദനമാക്കുമാറാകട്ടെ. ഇങ്ങനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും സ്നേഹവും കൂട്ടായ്മയും നിങ്ങളുടെ ഇടയിൽ വസിച്ച് എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. Amen.